दूरवाणि प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशतारिणे जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्तवृंद। हरे कृष्णा 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 हरे 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 राम 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 हरे हरे। हरे कृष्णा कृष्णा हरे 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 राम 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 हरे हरे। हरे कृष्णा कृष्णा हरे 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 राम राम हरे हरे। हरे कृष्णा कृष्णा हरे 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 राम 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 हरे हरे। हरे कृष्णा कृष्णा हरे 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 राम राम हरे हरे। हरे कृष्णा कृष्णा हरे 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 राम 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 हरे हरे। हरे कृष्णा कृष्णा हरे 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 राम राम हरे हरे। हरे कृष्णा कृष्णा हरे 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 राम 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 हरे हरे। हरे कृष्णा कृष्णा हरे 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 राम हरे कृष्णा कृष्णा हरे 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 राम राम हरे हरे। हरे कृष्णा कृष्णा हरे 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 राम राम हरे हरे। हरे कृष्णा कृष्णा हरे 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 राम राम हरे हरे।
Hare Hare Krishna 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 Hare 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 Ram 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 Hare 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 Krishna 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 Hare 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 Rama 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 Hare 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 Krishna 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 Hare 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 Rama 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 Hare 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 Krishna 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 Hare 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 Rama 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 Hare 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 Krishna 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 Hare 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 Rama 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 Hare 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 Krishna 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 Hare 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 Rama 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 Hare 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 Krishna Hare Krishna 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 Hare 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 Rama 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 Hare 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 Krishna 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 Hare 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 Rama 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 Hare 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 Krishna 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 Hare 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 Rama 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 Hare Hare Jaya Prabhupada Jaya Prabhupada Jaya Prabhupada Srila Prabhupada Nitai Gaura Hari Bol Hari Bol Hari Bol Nitai Gaura Hari Bol Nitai Gaura Hari Bol Hari Bol Hari Bol Nitai Gaura Hari Bol Hare Krishna Om Namo Bhagavate Vasudevaya 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 Hare Krishna Bhagavad Gita യഥാരൂപം അധ്യായം 14 ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങൾ
നമ്മൾ ശ്ലോകം 12, 13. ലോഭപ്രവൃത്തിർ ആരംഭ കർമ്മണാമശമസ്പൃഹ രജസ്യേതാനി ജായന്തേ വിവൃദ്ധേ പരദർശഭ. ലോഭപ്രവൃത്തിരാരംഭ കർമ്മണാമശമസ്പൃഹ രജസ്യേതാനി ജായന്തേ വിവൃദ്ധേ പരദർശഭ. ലോഭപ്രവൃത്തിരാരംഭ കർമ്മണാമശമസ്പൃഹ രജസ്യേതാനി ജായന്തേ വിവൃദ്ധേ പരദർശഭ. ലോഭപ്രവൃത്തിരാരംഭം കർമ്മണാമശമസ്പൃഹ രജസ്യേതാനി ജായന്തേ വിവൃദ്ധേ പരദർശഭ. ലോഭപ്രവൃത്തിരാരംഭ കർമ്മണാമശമസ്പൃഹ രജസ്യേതാനി ജായന്തേ ലോഭപ്രവൃത്തിരാരംഭ കർമ്മണാമശമസ്പൃഹ രജസ്യേതാനി ജായന്തേ വിവൃദ്ധേ പരദർശഭ. ലോഭപ്രവൃത്തിരാരംഭ കർമ്മണാമശമസ്പൃഹ രജസ്യേതാനി ജായന്തേ വിവൃദ്ധേ പരദർശഭ. ഭരദർഷഭ. ഹേ ഭരദർഷഭ, ലോഭ ലോഭം, പ്രവൃത്തി പ്രവൃത്തി, ചേഷ്ട കർമ്മണാം കർമ്മങ്ങളുടെ, ആരംഭ ആരംഭം, അശമ ശമമില്ലായ്മ, അസ്ഥിരത, സ്പൃഹ ആഗ്രഹം, ഏതാനി ഇവ, രജസി രജസ് രജോ ഗുണം, വിവൃദ്ധേ വർദ്ധിച്ചിരിക്കുമ്പോൾ, ജായന്തേ ജനിക്കുന്നു ഉണ്ടാകുന്നു. ഹേ ഭരതശ്രേഷ്ഠ, രജോ ഗുണം വർദ്ധിക്കുമ്പോൾ അതിയായ ആസക്തി, ഫലോദിഷ്ടമായ പ്രവർത്തനം, കഠിനമായ പ്രയത്നം, അടക്കാനാവാത്ത ആഗ്രഹം, മോഹാവേശം എന്നീ ലക്ഷണങ്ങൾ ഉണ്ടാകുന്നു. ഭാവാർത്ഥം ശിലപ്രഭുപാദ് കീ ജയ്. രജോ ഗുണ സ്വഭാവി തനിക്ക് കിട്ടിയിട്ടുള്ള സ്ഥാനത്തിൽ ഒരിക്കലും സംതൃപ്തനാകാറില്ല. അത് ഉയർത്താനായി ആഗ്രഹിച്ചുകൊണ്ടേയിരിക്കും. തനിക്ക് ഒരു വീടുണ്ടാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അത് കൊട്ടാരം പോലെയുള്ള ഒന്നാവണമെന്നായിരിക്കും ഉദ്ദേശിക്കുക. താൻ അതിൽ എന്നെന്നും താമസിക്കാൻ പോകുന്നു എന്നാണ് അയാളുടെ വിചാരം. അയാൾക്ക് ഇന്ദ്രിയ സുഖഭോഗങ്ങളിൽ അത്യാർത്തിയുണ്ട്, അതിന് അറുതിയില്ല. ആ വീട്ടിൽ കുടുംബസമേതം താമസിച്ച് എന്നെന്നും ഇന്ദ്രിയ സുഖങ്ങൾ അനുഭവിക്കണമെന്ന് അയാൾ ആഗ്രഹിക്കുന്നു. രജോ ഗുണത്തിൻ്റെ സ്വഭാവമാണിതെല്ലാം എന്ന് മനസ്സിലാക്കണം. ഓം അജ്ഞാനത്തിമിരന്തശേജനാശനാശിലാക്കയ ചക്ഷുന്മേലസ്മൈ ശ്രീ ഗുരുവേ നമഃ. നമാവോം വിഷ്ണുപദായ കൃഷ്ണപ്രസ്ഥായ പൊതുലേ ശ്രീമതി ഭക്തിവേദാന്ത സ്വാമി നാമനെ. നമസ്തേ സരസ്വതി ദേവി ഗൗരി വാണി പ്രചാരണ നിർവേശന സൃഷ്ടി പാശ്ചാത്യ ദേശത്തിന്. जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर शिवास गौर भक्त वृंद. हरे कृष्ण 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 हरे हरे, हरे राम 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 हरे. हरे कृष्ण. ഹേ ഭരതശ്രേഷ്ഠ, രജോ ഗുണം വർദ്ധിക്കുമ്പോൾ അതിയായ ആസക്തി, ഫലോദിഷ്ടമായ പ്രവർത്തനം, കഠിനമായ പ്രയത്നം, അടക്കാനാവാത്ത ആഗ്രഹം, മോഹാവേശം എന്നീ ലക്ഷണങ്ങൾ ഉണ്ടാകുന്നു.
എല്ലാ മനുഷ്യരുടെയും ടേണിംഗ് പോയിൻറ്റ്സാണ് ഒരു കല്യാണം കഴിക്കുക, ഒരു വീട് വയ്ക്കുക, അല്ലേ? കല്യാണം കഴിക്കുന്നതിന് മുമ്പ് വീട് വയ്ക്കുക, ഒരു ജോലി കിട്ടുക, അല്ലേ? ഇതൊക്കെ ഒരു ടേണിംഗ് പോയിൻ്റാണ്. നമ്മളൊരു കല്യാണം കഴിക്കുമ്പോൾ എന്താ ചെയ്യുക പ്രഭു? ഏറ്റവും നല്ല സുന്ദരിയായിട്ടുള്ളൊരു ഭാര്യ വേണം, അല്ലേ? ഭയങ്കര ധനിക കുടുംബത്തിലായിരിക്കണം എന്നൊക്കെ നമ്മൾ സ്വപ്നം കാണും, അല്ലേ? കിട്ടുന്നത് എന്തുവാണെന്ന് അറിയാം. അത് ഓരോരുത്തരുടെ തലയിൽ എഴുതുപോലിരിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വീട് വയ്ക്കും, അല്ലേ? അതുവരെയുള്ള ഉണ്ടാക്കിയിട്ടുള്ള എല്ലാ സമ്പത്തും ഉപയോഗിച്ച് നമ്മളൊരു അതിമനോഹരമായിട്ടുള്ള എത്ര വലുതാക്കിയാലും നമുക്കത് മതിയാവില്ല. കാര്യം എന്താണ്? നമ്മുടെയൊക്കെ ഉള്ളിലുള്ള ചിന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളതിനകത്ത് അങ്ങോട്ട് സുഖമായിട്ട് ജീവിക്കാൻ പോകുന്നു എന്നുള്ളതാണ് നമ്മുടെ താല്പര്യം, അല്ലേ? അതിനുവേണ്ടിയാണ് എല്ലാവരും വീട് വയ്ക്കുന്നത്. പ്രത്യേകിച്ച് ഗൾഫിലൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ ഒരു താല്പര്യം എന്ന് പറയുന്നത് വലിയ ബംഗ്ലാവ് വയ്ക്കാനുള്ളത്. അങ്ങനെ വലിയ ബംഗ്ലാവ് വച്ചവരൊക്കെ ഇപ്പോൾ ആപ്പിലായിരിക്കുക. അത് പെയിൻ്റ് അടിക്കാൻ പോലും പൈസ ഇല്ല, അല്ലേ? അതൊന്ന് വൃത്തിയാക്കണമെങ്കിലോ അതിനകത്ത് കയറി താമസിച്ചില്ലെങ്കിലോ ഉള്ള അഴുക്കും പൊടിയൊക്കെ അവരുടെ അടുത്തൊക്കെ ചോദിച്ചാലേ അറിയാൻ പറ്റുള്ളൂ. അതിപ്പോൾ വിൽക്കാൻ പോലും നിവൃത്തിയില്ലാതിരിക്കും, അല്ലേ? അത്രയ്ക്ക് കാര്യം 10 വർഷമൊക്കെ ജോലി ചെയ്തിട്ട് ആ പൈസ മുഴുവൻ കൊണ്ട് ബംഗ്ലാവ് ഉണ്ടാക്കിയിരിക്കും. ആ നാട്ടിൽ ഏറ്റവും വലിയ കെട്ടിടമായിരിക്കണം എന്നുള്ളതാണ് അവരുടെ സ്വപ്നം, അല്ലേ? അതിലൊരു കുറവ് വരുത്താൻ പാടില്ല എന്നാണ്. എന്നിട്ട് ഉള്ള തേക്കും തടി ഈട്ടും തടിയൊക്കെ അതിനകത്ത് വെച്ചിട്ട് ഉള്ള പൈസ മുഴുവൻ അതിനകത്ത് ചിലവാക്കും. പിന്നെ ബാക്കി കുറച്ച് ലോണും കൂടി എടുത്ത് അതും കൂടെ കുറച്ചുകൂടി വൃത്തിയാക്കും. നമ്മളൊരു 50-60 ലക്ഷത്തിൻ്റെ ബഡ്ജറ്റ് ഇട്ട് കഴിഞ്ഞാൽ തീർന്നു വരുമ്പോൾ എത്രയാവും പ്രഭു? വിശ്വനാഥൻ പ്രഭു? 1,20,20,00,000 അല്ല, 1,20,00,000, അല്ലേ? നേരെ ഇരട്ടിയാണ്. നമ്മൾ തുടങ്ങുമ്പോൾ അത് അറിയത്തില്ല. പക്ഷെ അതിനകത്ത് നമ്മൾ വയ്ക്കുമ്പോഴൊക്കെ നമ്മുടെ താല്പര്യം എന്താണ്? ഒരു വീട് വച്ച് കഴിഞ്ഞാൽ അതിനകത്ത് സുഖമായിട്ട് ജീവിക്കാം, അല്ലേ? അതിനകത്ത് ഭഗവാനുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ചിലപ്പോൾ ഭഗവാൻ ഇത്രയും വലിയ വീട്ടിൻ്റെ അകത്ത് ആ ഭഗവാൻ ഇരിക്കുന്ന ആ ഷെൽഫിൻ്റെ അടിയിലായിരിക്കും, അല്ലേ? അല്ലെങ്കിൽ ആ കോണിപ്പടിയുടെ അടിയിലായിരിക്കും. ചിലപ്പോൾ ഉണ്ടാവില്ല, അങ്ങനെ സ്ഥലം ഉണ്ടാവില്ല, അല്ലേ? ഒരു മേശപ്പുറത്ത് ഒരു ഫോട്ടോ ഒക്കെ വെച്ചിട്ട് ഇത്രയൊക്കെ മതി എന്ന് പറയും. അവർക്ക് അത്രയേ ഉള്ളൂ. ആ വീട്ടിനകത്ത് സമാധാനം ഉണ്ടാവോ, സന്തോഷം ഉണ്ടാവോ? ഒരിക്കലുമില്ല. പക്ഷെ അവർ താല്പര്യം, അവരുടെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വീട് വെച്ച് കഴിഞ്ഞാൽ അത് കൊട്ടാരം പോലെയുള്ള ഒന്നാവണമെന്നാണ്, അല്ലേ? എല്ലാവരുടെയും താല്പര്യം. അതാണ് ഇവിടെ പ്രഭുപാദര് ഭാവാർത്ഥത്തിൽ വളരെ ക്ലിയറായിട്ട് പറയുന്നത്. അയാൾക്ക് ഇന്ദ്രിയ സുഖഭോഗങ്ങളിൽ അത്യാർത്ഥിയുണ്ട്, അതിന് അറുതിയില്ല. ആ വീട്ടിൽ കുടുംബസമേതം താമസിച്ച് എന്നെന്നും ഇന്ദ്രിയ സുഖങ്ങൾ അനുഭവിക്കണമെന്ന് അയാൾ ആഗ്രഹിക്കുന്നു. രജോ ഗുണത്തിൻ്റെ സ്വഭാവമാണ് ഇതെല്ലാം എന്ന് മനസ്സിലാക്കണം. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ആഗ്രഹം വന്നാൽ, അങ്ങനെ ഒരു താല്പര്യം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മളെല്ലാവരും രജോ ഗുണത്തിലാണെന്നാണ്. അതൊരു കൊച്ചു ശ്ലോകമാണ്. ഞാൻ അടുത്ത ശ്ലോകം കൂടെ വായിക്കാം. അപ്രകാശോ പ്രവർത്തിച്ച പ്രമാദോ മോഹയേവ ച തമസ്യേതാനി ജായന്തേ വിവൃദ്ധേ കുരു നന്ദന. അപ്പോൾ ആദ്യത്തെ ശ്ലോകം എന്താണ്? രജസേതാനി ജായന്തേ, അതായത് രജോ ഗുണം. ഇതിലെന്താ പറഞ്ഞേ? തമസ്യേതാനി ജായന്തേ എന്ന് വെച്ചാൽ താമസ ഗുണമുള്ളവർ, തമോ ഗുണമുള്ളവർ എങ്ങനെയായിരിക്കും എന്നാണ് ഇതിൽ അടുത്ത ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നത്. കുരുനന്ദന, തമോ ഗുണം വളരുമ്പോൾ തേജസ്സില്ലായ്മ, അകർമ്മണ്യത, പ്രമാദം, വ്യാമോഹം എന്നിവ പ്രകടമാകുന്നു, അല്ലേ? ഈ ചില ആൾക്കാരുടെ മുഖം കണ്ടിട്ടില്ലേ? ഒരു അടിക്കുരങ്ങനെ പോലെ ഉണ്ടാവും, അല്ലേ? അവർ ചിരിക്കത്തേയില്ല. നമ്മളൊന്ന് ചിരിച്ചാൽ തന്നെ നമ്മളിങ്ങനെ രൂക്ഷമായിട്ട് നോക്കിക്കളയും അവർ, അല്ലേ? അവർക്ക് ചിരിക്കാൻ അറിയത്തില്ല. കാര്യം എന്താണ്? അവരെപ്പോഴും തമോ ഗുണത്തിലാണ് വർത്തിക്കുന്നതെന്ന് അർത്ഥം, അല്ലേ? കുരുനന്ദന, തമോ ഗുണം വളരുമ്പോൾ തേജസ്സില്ലായ്മ, അകർമ്മണ്യത, പ്രമാദം, വ്യാമോഹം എന്നിവ പ്രകടമാകുന്നു. അവർക്കൊന്നും ചെയ്യാനില്ല. എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞാലോ അവർ ഭയങ്കര ബിസിയാണെന്ന് പറയും. പക്ഷേ എന്നിട്ട് എന്തെങ്കിലും അവിടെ പോയി നോക്കിക്കഴിഞ്ഞാൽ വെറുതെ ഇരിക്കുമായിരിക്കും, വെറുതെ കിടന്ന് ഉറങ്ങുമായിരിക്കും, അല്ലേ? അല്ലെങ്കിൽ TV കണ്ടുകൊണ്ടെങ്കിൽ ഇങ്ങനെ ഇരിക്കുമായിരിക്കും. അതാണ് എന്താണ് ഇവിടെ പറയുന്നത്? എന്താണ്? തേജസ്സിൽ അകർമ്മണ്യത, പ്രമാദം, വ്യാമോഹം എന്നിവ പ്രകടമാണ്. ഭാവാർത്ഥം: തേജസ്സില്ലാത്തിടത്ത് ജ്ഞാനമില്ല. താമസ സ്വഭാവി നിയന്ത്രിത തത്വത്തിനനുസരിച്ചല്ല പ്രവർത്തിക്കുന്നത്. തന്നിഷ്ടം പോലെ ഒരു ഉദ്ദേശ്യമില്ലാതെ പ്രവർത്തിക്കാനാണ് അയാൾക്കിഷ്ടം. അധ്വാനശേഷി അയാൾക്കുണ്ടെങ്കിലും അത് ഉപയോഗിക്കാൻ തുനിയില്ല. ഇതിനെ വ്യാമോഹം എന്ന് പറയുന്നു. ചില ആൾക്കാരെ കണ്ടിട്ടില്ലേ? നല്ല മസിലൊക്കെ ഉള്ള, അല്ലെ? നല്ല ആരോഗ്യ ദൃഢഗാത്രനായിരിക്കും, പക്ഷെ ഒരു ജോലിയും ചെയ്യില്ല. അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട്. അത് ഉപയോഗിക്കാൻ തുനിയില്ല. ഇതിനെ വ്യാമോഹം എന്ന് പറയുന്നു. ബോധാവസ്ഥയിലാണെങ്കിലും ഇക്കൂട്ടരുടെ ജീവിതം കർമ്മരഹിതമാണ്, കർമ്മമേ ചെയ്യില്ലവർ. ഇതാണ് താമസ സ്വഭാവിയുടെ ലക്ഷണങ്ങൾ. അതാണ് ശില പ്രഭുപാദ. രണ്ട് ചെറിയ ശ്ലോകങ്ങളാണ്. അത് നമുക്കിനി കൂടുതൽ എന്താണ് നോക്കാനുള്ളത് നമുക്ക് നോക്കാം. ഹരേ കൃഷ്ണ. ഇവിടെ അർജുനൻ
ഈ ആദ്യത്തെ ശ്ലോകം അല്ല കഴിഞ്ഞ അധ്യായങ്ങളിൽ ചോദിച്ചത് എന്താണ്? ഭക്തി ഒരു ആദ്യത്തെ ശ്ലോകം, ആദ്യത്തെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്. ആരെങ്കിലും ഓർമ്മയുണ്ടോ ചോദ്യം എന്താണ്? ചോദ്യം ഇതാണ്: ഭക്തിയുടെ സേവനമാണോ വലുത്, അതോ അവ്യക്ത ബ്രഹ്മത്തെ ഉപാസിക്കുന്നതാണോ വലുത്? ഇപ്പം നമ്മളെ കേരളത്തിലുള്ള ആൾക്കാർ 100 പേരെ എടുത്തു കഴിഞ്ഞാൽ അതിൽ 90 ആൾക്കാരും അവ്യക്ത ബ്രഹ്മത്തെ പുറകെ നടക്കുന്നവരാണ്, അല്ലേ? അതുമായിട്ട് നടക്കുന്ന ആൾക്കാരാണ്. അറിഞ്ഞോ അറിയാതെ, അവർക്കറിയില്ല, പലർക്കും അറിയത്തില്ല അവരെവിടെയാണ് പോകാൻ പോകുന്നത്, അല്ലെങ്കിൽ എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അവർക്കറിയില്ല. അറിയാതെ തന്നെ അവർ ആ വഴിയിലേക്ക്, ആ ചാലിലേക്ക് വീണു പോയിട്ടുള്ള ആൾക്കാരാണ്. അവർക്കറിയത്തില്ല, അല്ലേ? അവർ ഈ ബ്രഹ്മത്തെയാണ് ചാടി പിടിക്കാൻ പോകുന്നതെന്നുള്ളത്, അല്ലെങ്കിൽ അതിൽ ലയിക്കാനായിട്ട് പോകുന്നതെന്നുള്ളത് അവർക്കറിയത്തില്ല. അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട്. അപ്പോൾ ഇവിടെ എന്താണ് അർജുനൻ ചോദിക്കുന്നത്? എന്താണ്? ഭക്തിയുടെ സേവനമാണോ, അങ്ങയുടെ ഭക്തിയുടെ സേവനമാണോ വലുത്, അതോ അവ്യക്ത ബ്രഹ്മത്തെ ഉപാസിക്കുന്നതാണോ വലുത് എന്നാണ്, അല്ലേ? അത് വളരെ എന്താണ് നമുക്ക് ഈ കലിയുഗത്തിൽ അത്യാവശ്യമായിട്ടുള്ളൊരു ചോദ്യമാണ് അന്ന് അർജുനൻ ചോദിച്ചത്. ഭഗവാൻ എന്താ പറഞ്ഞ അവിടെ? ഭക്തിയുടെ സേവനമാണ് ഏറ്റവും ഉത്തമം. നിനക്ക് എന്തെങ്കിലും രക്ഷപ്പെടണം താല്പര്യമുണ്ടോ? നീ ഭക്തിയുടെ സേവനം ചെയ്യണം എന്നാണ് ഭഗവാൻ പറഞ്ഞത്. ഭക്തിയുടെ സേവനമാണ് ഏറ്റവും ഉത്തമമെന്ന് ഭഗവാൻ പറഞ്ഞു. സമാധാനപൂർവ്വം എന്നെ സേവിച്ച് എൻ്റെ ധാമം പോകാം, അല്ലേ? ഒരു പ്രശ്നവുമില്ല. ഹരേ കൃഷ്ണ മഹാമന്ത്രം പറയുക, അമ്പലത്തിൽ സേവനം ചെയ്യുക, അല്ലേ? 4 നിയമങ്ങൾ പാലിക്കുക, വളരെ സന്തോഷമായിട്ട് സന്തോഷമായിട്ടും അല്ലേ നല്ല എന്താണ് ഐശ്വര്യത്തോടു കൂടി ഭഗവാന്റെ ധാമം നമുക്ക് പ്രാപിക്കാൻ പറ്റുമെന്നാണ് ഭഗവാൻ തന്നെ പറയുന്നത്. അർജുനൻ ചോദിച്ചു, അല്ലേ? സേവിച്ച് എൻ്റെ ധാമം പോകാം. പിന്നെ അർജുനൻ ചോദിച്ചു, എന്താണ് ചോദിച്ചത്? പിന്നെ ഈ പുരുഷനാരാണ്, പ്രകൃതി ആരാണ്, ക്ഷേത്രം എന്താണ്, ക്ഷേത്രജ്ഞൻ എന്താണ്, അല്ലേ എന്നൊക്കെ ചോദിച്ചാൽ അതിൻ്റെയൊക്കെ ഉത്തരം നമ്മൾ കണ്ടതാണ് എന്നൊക്കെ ചോദിച്ചു. 13-ാമത്തെ അധ്യായവും 14-ാമത്തെ അധ്യായവും ഇതിൻ്റെയൊക്കെ ഉത്തരങ്ങൾ ഭഗവാൻ വളരെ വിശദമായി തന്നെ പറയുകയാണ്. 14-ാം അധ്യായം 3 ഗുണങ്ങളെക്കുറിച്ച് വിശദീകരിക്കുന്നു, അല്ലേ? ഈ 14-ാമത്തെ അധ്യായം 3 ഗുണങ്ങളെക്കുറിച്ചിട്ടാണ് കൂടുതൽ വിശദീകരിക്കുന്നത്. എന്തൊക്കെയാണ് 3 ഗുണങ്ങൾ? സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം, അല്ലേ? ഇപ്പോൾ ഈ സത്വഗുണത്തിനെ കുറിച്ചിട്ടും രജോ ഗുണത്തിനെ കുറിച്ചിട്ടും തമോ ഗുണത്തിനെ കുറിച്ചിട്ടൊക്കെ ഒരു കൊച്ചു കുട്ടിയോടാണ് പറയുന്നെങ്കിൽ, ഒരു വയസ്സായ ഒരു കൊച്ചിനോടാണ് പറയുന്നെങ്കിൽ അതിന് വലിയ മനസ്സിലാവും? ഒന്നും മനസ്സിലാവത്തില്ല. നേരെ മറിച്ച് അതിനെ ഈ ഒരു പാവകളി, അല്ലേ? നമ്മൾ ഈ പാവകളി കണ്ടിട്ടുണ്ട്. എത്ര പേര് പാവകളി കണ്ടിട്ടുണ്ട് ഇവിടെ? പാവകളി കണ്ടിട്ടുണ്ട്. നമ്മൾ കൊച്ചു സ്കൂളിലൊക്കെ ഇതൊക്കെ ആയിരുന്നു പരിപാടി, അല്ലേ? അവിടെ എപ്പോഴും പാവകളി കാണുമായിരുന്നു, അല്ലേ? അതെങ്ങനെയാണ് കളിക്കുന്നത്? കണ്ടിട്ടുണ്ടോ? ഇല്ല. നൂല് കെട്ടിയിട്ട്, അല്ലേ? ഓരോ 3-4 ക്യാരക്ടേഴ്സൊക്കെ ഉണ്ടാവില്ല. അതിൽ ഓരോന്നിൻ്റെയും പാവയുടെ കയ്യിലും കാലിലും ഒക്കെ ഈ തലയിലൊക്കെ ഇങ്ങനെ നൂല് കെട്ടിയിട്ടുണ്ടോ, അല്ലേ? അയാൾ ഈ നൂല്, ഞാനൊരു ഹാൻഡിക്യാപ്റ്റാണ്, ഇത് വെച്ചോണ്ടിരിക്കുമോ, ഈ നൂല് ഇങ്ങനെ ആക്കുമ്പോഴാണ് അതിങ്ങനെ ചാടുകയും ഡാൻസ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത്, അല്ലേ? ഒരു കൊച്ചുകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ അത്ഭുതകരമായിട്ടുള്ള കാര്യമാണ്. ഒരു പാവകൾ ഡാൻസ് ചെയ്യുന്നു, അതിനൊന്നും മനസ്സിലാവില്ല, അല്ലേ? അത് പാവയെ തന്നെ നോക്കിക്കൊണ്ടിരിക്കും. നേരെ മറിച്ച് കുറച്ച് വലിയ ആളാണെങ്കിലോ അവരെന്ത് ചെയ്യും? അയാൾ പാവയിലായിരിക്കില്ല നോക്കി, ഇതിൻ്റെ നൂലിൻ്റെ അറ്റത്ത് ഇയാൾ എന്താ ചെയ്യണമെന്നായിരിക്കും നോക്കണം, അല്ലേ? അയാൾ ഇങ്ങനെയൊക്കെ ആക്കുമ്പോൾ അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലാവും, അല്ലേ? അതിൻ്റെ പുറകിൽ ഒരാളുണ്ട് എന്ന്, അല്ലേ? അപ്പോൾ ഒരേ കാര്യമാണ് രണ്ടുപേരും കാണുന്നെങ്കിലും അവരുടെ മനസ്സിലാക്കൽ അല്ലെങ്കിൽ അവരുടെ എന്താണ് ഈ ആന്തരികമായിട്ടുള്ള ചിന്തകളൊക്കെ എൻ്റർലി ഡിഫറെൻ്റ് ആണെന്ന് അർത്ഥം. നമുക്ക് കുറച്ചുകൂടെ പ്രായമായി കഴിഞ്ഞാൽ അത്രയും ഇന്നസെൻ്റ് ആയിട്ട് ഇതൊന്നും ആസ്വദിക്കാൻ പറ്റുന്നു വരില്ല. അപ്പോൾ ഒരു കുട്ടിയെ സംബന്ധിച്ച് അത് വളരെ ആനന്ദം കൊള്ളും. അതിനെ പാവകളി കാണിച്ചാൽ. നേരെ മറിച്ച് മുതിർന്നവർക്ക് അതെങ്ങനെ ആനന്ദിക്കാൻ കഴിയില്ല. കാരണം അവർക്കറിയാം ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരാളുണ്ട് എന്ന്. അതുപോലെ ഈ ഭൂമിയിലെ സർവ്വചരാചരങ്ങളും ഭഗവാന്റെ നിയന്ത്രണത്തിലാണ്. ഈ 3 ഗുണങ്ങളിലൂടെയാണ് അത് നിയന്ത്രിക്കപ്പെടുന്നത്, അല്ലേ? അത് വലിയ ആൾക്കാർക്ക് മാത്രമേ മനസ്സിലാവുകയുള്ളൂ, അല്ലേ? എന്തിനാണ് ഈ 3 ഗുണങ്ങൾ? നമുക്കിവിടെ ട്രാഫിക് റൂൾസ് ഉണ്ടോ, അല്ലേ? നമ്മൾ ലെഫ്റ്റ് കൂടെ വണ്ടി ഓടിക്കാൻ പാടുള്ളൂ. ലെഫ്റ്റ് കൂടെ തന്നെ അല്ലേ? ലെഫ്റ്റിലൂടെ വണ്ടി ഓടിക്കാൻ പാടുള്ളൂ, അല്ലേ? നമ്മൾ റെഡ് സിഗ്നൽ കണ്ടാൽ നിർത്തണം. ചില സ്ഥലത്തൊക്കെ നോ പാർക്കിംഗ് എന്ന് എഴുതിയിട്ടുണ്ട്, അവിടെ നമ്മൾ പാർക്ക് ചെയ്യാൻ പാടില്ല, അല്ലേ? അപ്പോൾ നമ്മളവിടെ പാർക്ക് ചെയ്താൽ എന്ത് സംഭവിക്കും? ഫൈൻ അടിക്കും, അല്ലേ? പെനാൽറ്റി എന്തിനാണ് വരുന്നത്? ഇനി മേലാൽ അവിടെ പാർക്ക് ചെയ്യാതിരിക്കാനാണ്, നമ്മളെ തെറ്റ് തിരുത്താനാണ്, അല്ലെങ്കിൽ ആ തെറ്റിനെ ആവർത്തിക്കാതിരിക്കാനാണ് നമ്മളങ്ങനെ ശിക്ഷിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് 3 ഗുണങ്ങളും പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്?
ഭഗവാന്റെ നിയന്ത്രണത്തിൽ. ഈ 3 ഗുണങ്ങളിലൂടെയാണ് അത്. ഇപ്പോൾ അതുപോലെ ഈ ഭൂമിയിലെ സർവ്വചരാചരങ്ങളും ഭഗവാന്റെ നിയന്ത്രണത്തിലാണ്. ഈ 3 ഗുണങ്ങളിലൂടെയാണ് അത് നിയന്ത്രിക്കപ്പെടുന്നത്, അല്ലേ? ഇപ്പോൾ ട്രാഫിക് റൂൾസിലൂടെ നമ്മളത് കണ്ടു. ഭഗവാൻ ഇവിടെ പറയുന്നു, രാവിലെ എല്ലാവരും സത്വഗുണത്തിലായിരിക്കുമ്പോൾ കുളിച്ച് മംഗളാരതിക്ക് പോകുന്നു, ജപിക്കുന്നു. രജോ ഗുണത്തിലുള്ളവർ ആ സമയം എന്ത് ചെയ്യും? വാട്സപ്പ് നോക്കിക്കൊണ്ടിരിക്കും, എണീറ്റാൽ. അല്ലെങ്കിൽ പ്രഭു പറഞ്ഞ പോലെ സുഖമായിട്ട് ഉറങ്ങും, അല്ലേ? ഈ തണുപ്പത്ത് ഇനി പേച്ച് പോവല്ലേ എന്ന് പറഞ്ഞിട്ട് അവന് വേറെ പണിയൊന്നുമില്ല, അല്ലേ? അപ്പോൾ അതല്ലെങ്കിൽ മൊബൈലിൽ നമ്മൾ സിനിമ കണ്ടുകൊണ്ടിരിക്കും. ഇനി ഒരു കൂട്ടര് കിടന്നുറങ്ങുകയാണ്, അല്ലേ? അതായത് താല്പര്യമെങ്കിൽ അവർക്ക് ഉറങ്ങാനുള്ള താല്പര്യമാണ്. അവർ പ്രഭു പറഞ്ഞതുപോലെ തമോ ഗുണത്തിൻ്റെ അടിമയായിട്ടാണ് അവർ ഉറങ്ങുന്നതെന്ന് അർത്ഥം, അല്ലേ? അപ്പോൾ നമ്മളിവിടെ 2 പേരെ കണ്ടു, അല്ലേ? ആരൊക്കെയാണ്? സത്വഗുണവും തമോ ഗുണവും കണ്ടു, അല്ലേ? സത്വഗുണം എന്ന് പറഞ്ഞാൽ എന്താണ്? രാവിലെ എണീറ്റ് 3:30 എണീറ്റ് രാവിലെ കുളിച്ച്, എത്ര തണുപ്പാണെങ്കിലും, അല്ലേ? ഹീറ്റർ ഇല്ലെങ്കിലും നമ്മൾ കുളിച്ചിട്ട് എന്ത് ചെയ്യും? നമ്മൾ ഭഗവാനെ കാണാനായിട്ട് ഓടിപ്പോയി ആ കത്തൻ ഇങ്ങനെ പൊങ്ങുന്നത് കാണാനുള്ള ഒരു താല്പര്യത്തോടു കൂടി ഓടും, അല്ലേ? ഓടിയിട്ട് നമ്മൾ അവിടെ പോയി തൊഴും, ഭഗവാനെ തൊഴും. അതല്ലേ ഒരു ഭംഗി, ഒരു സന്തോഷം. ആ ഒരു ദിവസം എന്ത് ബ്ലിസ്സാണെന്നറിയും. ഭഗവാൻ എപ്പോഴും നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും. നമ്മൾ എന്ത് കാര്യം എടുത്തു കഴിഞ്ഞാലും ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ടാവും. കാര്യം എന്താണ്? എന്നെ രാവിലെ വന്ന് കണ്ടവനാണ്, അല്ലേ? അവൻ്റെ കാര്യം ഭഗവാൻ കറക്റ്റായിട്ട് നോക്കും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ മംഗളാരതിക്ക് പോകുന്നത്. അത് കഴിഞ്ഞ പിന്നെ ആരെ കണ്ടു? നമ്മൾ കിടന്നുറങ്ങുന്നയാൾ. അദ്ദേഹം ഏത് ഗുണത്തിലാണ്? തമോ ഗുണത്തിൽ. രജോ ഗുണത്തിൽ വർത്തിക്കുമ്പോൾ ഒരുപാട് ആഗ്രഹങ്ങൾ നമുക്ക് വരും. അതിനെ അതിങ്ങനെ നമ്മളെ വരിഞ്ഞു മുറുക്കിക്കൊണ്ടിരിക്കും, അല്ലേ? അപ്പോൾ ഈ കൂടുതൽ വലിയ വലിയ കെട്ടിടങ്ങളൊക്കെ വയ്ക്കുന്ന ആൾക്കാരെല്ലാം കൂടുതലും എന്തിലാണ്? രജോ ഗുണത്തിലാണ്. ആ രജോ ഗുണത്തിലുള്ളത് കൊണ്ടാണ് അവർക്ക് ഇങ്ങനെ ഓരോ ആഗ്രഹങ്ങൾ വരുന്നത്, അല്ലേ? വാഷ് ബേസിന് ഇതുപോലെ കുറച്ചുകൂടെ വലുത് വേണം, അല്ലേ? ഇപ്പോഴത്തെ ഏറ്റവും പുതിയ മോഡലായിട്ടുള്ള സാധനം വന്നിട്ടുണ്ട്, അത് തന്നെ നമുക്ക് വയ്ക്കണം. ഉടനെ നമ്മൾ വിശ്വനാഥ പ്രഭുവിനെ വിളിച്ചപ്പോൾ വിശ്വനാഥ പ്രഭു എല്ലായിടത്തും പോയി കണ്ടുപിടിച്ചിട്ടല്ലേ അതിലേറ്റവും മുന്തിയ സാധനം കൊണ്ടുവരും. അത് കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്തിട്ട് വിശ്വനാഥൻ പ്രഭുവിന് ഉറക്കം വരുത്തുള്ളൂ, അല്ലേ? കാര്യം എന്താണ്? അതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അത് കാണാനുള്ളൊരു താല്പര്യമാണ് കൊണ്ടാണ് നമ്മൾ പ്രഭുവിനെ ശല്യപ്പെടുത്തുന്നത്, അല്ലേ? അപ്പോൾ രജോ ഗുണത്തിൽ വർത്തിക്കുമ്പോൾ ഒരുപാട് ആഗ്രഹങ്ങൾ നമുക്കുണ്ട്. അതിങ്ങനെ നമ്മളെ വരിഞ്ഞു മുറുക്കിക്കൊണ്ടിരിക്കും, അല്ലേ? എന്താ കാര്യം അങ്ങനെ വരിഞ്ഞു മുറുക്കാനുള്ള കാര്യം എന്താണ്? വിശ്വനാഥൻ പ്രഭുവിനോട് ചോദിച്ചു, ഒരു കമ്പനിയുടെ പുതിയൊരു വാഷ് ബേസിൻ, വലിയ വാഷ് ബേസിന് ഒരു ചരുവത്തിൻ്റെ അത്രയുണ്ട്, കണ്ടിട്ടില്ലേ പുതിയ, അല്ലേ? അതിൻ്റെ പൈസ ചോദിച്ചപ്പോൾ മറ്റേതിനൊക്കെ എത്ര രൂപയാണ് പ്രഭു? 5000 രൂപ. ഇതിൻ്റെ പൈസ ചോദിച്ചപ്പോൾ 22,000 രൂപ എന്ന് പറഞ്ഞു, അല്ലേ? നമുക്കത് വാങ്ങിക്കാതിരിക്കാൻ പറ്റില്ല, അല്ലേ? വാങ്ങും. അപ്പം പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കും, അല്ലേ? പല കാര്യങ്ങൾ നമ്മൾ മാറ്റി വെച്ചിട്ടായിരിക്കും അത് വാങ്ങിക്കുക. അപ്പോൾ ഇങ്ങനെ വാങ്ങിച്ചാണ് നമ്മൾ ഇങ്ങനെ പിരിമുറുക്കത്തിലാവുന്നത്. അതാണ് ഇവിടെ പറയുന്നത്. അതിങ്ങനെ നമ്മളെ വരിഞ്ഞ് മുറുക്കിക്കൊണ്ടിരിക്കും. പണ്ടൊക്കെ ഒരു ശരാശരി ആളുടെ മാസ വരുമാനം എത്രയായിരുന്നു? ഒരാൾ ഒരു അച്ഛൻ്റെ അല്ലെങ്കിൽ ഒരു പിതാവിൻ്റെ മാസ വരുമാനം ഒരാൾ മാത്രമേ ഉണ്ടാവുള്ളൂ, അല്ലേ? ആ വീട്ടിൽ ഇതൊക്കെ ശരിയാക്കുന്നത്. ഇത് വരുമാന മാർഗം ഒരാളിനായിരിക്കും, അല്ലേ? എത്ര ആയിരിക്കും പ്രഭു? 5000 രൂപ, 3000 രൂപ, 4000 രൂപ, അല്ലെങ്കിൽ മാക്സിമം 5000 രൂപ, അല്ലേ? അന്നൊക്കെ ഉള്ള ആൾക്കാർ ഇപ്പോഴത്തെ തലമുറയ്ക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല, അല്ലേ? അതിൻ്റെ ഭാര്യ ഉണ്ടാവും, പിന്നെ 3-4 മക്കളുണ്ടാവും, അല്ലേ? പിന്നെ അതിൻ്റെ കൂടെ പ്രായമായിട്ടുള്ള അച്ഛനും അമ്മയും ഉണ്ടാവും. ഇവരെല്ലാവരും ഒരു വീട്ടിലാണ് താമസിക്കുക. അവരെന്ത് സന്തോഷമായിട്ടാണ് താമസിച്ചിരുന്നത്, എന്ത് മനസ്സമാധാനമായിട്ടാണ് താമസിച്ചിരുന്നത്, അല്ലേ? അവർക്ക് എല്ലാവർക്കും ഒരു കൂട്ടായ്മ ഉണ്ടായിരുന്നു. അവരെല്ലാ കാര്യവും പരസ്പരം ഡിസ്കസ് ചെയ്യുമായിരുന്നു, അല്ലേ? കാര്യം എന്താണ്? അന്ന് വാട്സപ്പില്ല. അന്ന് വാട്സപ്പ് ഇല്ലാത്തതുകൊണ്ടായിരുന്നു, ഇത്രയും സുഖസൗകര്യങ്ങളില്ലായിരുന്നു. അതുകൊണ്ട് അവരെല്ലാവരും ഒരേ മനസ്സോടു കൂടിയാണ് ജീവിച്ചിരുന്നത്. എന്ത് സമാധാനമായിരുന്നു, അല്ലേ പ്രഭുവിനൊക്കെ അറിയാമായിരിക്കും. അത് പ്രത്യേക വലിയ കൂട്ടുകുടുംബമൊക്കെ ആണെങ്കിൽ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അന്ന് അവർ വളരെ സമാധാനത്തോടുകൂടി സന്തോഷത്തോടുകൂടി കഴിഞ്ഞിരുന്നു അവരുടെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അതേ സ്ഥാനത്ത് ഇന്നാണെങ്കിലോ ഈ 5000 വാങ്ങിച്ചിരുന്ന സമയത്ത് ഇപ്പോൾ എത്രയാണ് ശമ്പളം? 40,000, 50,000, 60,000, 70,000, 1,00,000 രൂപ, അല്ലേ? അങ്ങനെയൊക്കെ ആയി മാറി. അവരുടെ ആഗ്രഹങ്ങളും കൂടി വന്നു, അല്ലേ? ആഗ്രഹങ്ങളും കൂടി വന്നു. 3000 രൂപ
കിട്ടിയിരുന്നപ്പോൾ അവർ വളരെ സന്തോഷമായി സമാധാനമായി ജീവിച്ചു. ഇന്ന് അതേ സ്ഥാനത്ത് 60,000-70,000 കിട്ടുമ്പോൾ അവർക്ക് സമാധാനമില്ല. അങ്ങനെ ഒരു സാധനം അവർക്കില്ല, അല്ലേ? സന്തോഷവുമില്ല. പ്രശ്നങ്ങളുടെ മേൽ പ്രശ്നങ്ങളിൽ നിന്ന് സ്വൈര്യമില്ലാത്ത ഒരു ജീവിതമാണ് അവർ നയിക്കുന്നത്. ആരുടെ മുഖത്തും ഒരു പ്രസരിപ്പില്ല. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഒരാളിന്, അല്ലേ, ചിരിക്കാൻ മറന്നയാൾ? അതാണ് കാരണം. എന്താണ് കാര്യം? അങ്ങേർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ്, അല്ലേ? അത് ഞാൻ എന്ത് ചെയ്യും, ഇത് ഞാൻ എന്ത് ചെയ്യും, എൻ്റെ മോളുടെ ഫീസ് ഇപ്പോൾ അടയ്ക്കണം, അതിപ്പോൾ എന്ത് ചെയ്യും, കല്യാണം വരുന്നു, അതിനൊക്കെ എന്ത് ചെയ്യും എന്നുള്ളൊരു അങ്കലാപ്പിലാണ് ഇവരെല്ലാവരും. അപ്പോൾ അതാണ്, രജോ ഗുണത്തിലാണെങ്കിലും തമോ ഗുണത്തിലാണെങ്കിലും അവരാരും സമാധാനപരമായി ജീവിക്കുന്നില്ല. പ്രഭുപാദ് ഇത് എപ്പോഴും ഇങ്ങനെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പ്രഭുപാദിൻ്റെ ഓരോ ലെക്ചറിലും ഇത് പ്രത്യേകം പറയുന്നുണ്ട്. അദ്ദേഹം അമേരിക്കയിൽ പോയ നാളിൽ ഒരു കവിത എഴുതിയിട്ടുണ്ടായിരുന്നു. ഞാൻ എപ്പോഴാണത് അറിയുന്നത്, അല്ലേ? അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് കവിതയൊക്കെ എഴുതുമായിരുന്നു. അറിയാം പ്രഭു? പ്രഭുപാദരെ ഇടയ്ക്കിടയ്ക്ക് കവിതയൊക്കെ എഴുതുമായിരുന്നു ആ പോയ സമയത്തൊക്കെ. അപ്പോൾ അതിലെന്താ പ്രതിപാദിച്ചതെന്നാണ് ഇവിടെ പറയുന്നത്. അമേരിക്കയിൽ ഭൂരിഭാഗം ജനങ്ങളും ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടി അലയുന്നവരാണ്, അല്ലേ? അപ്പോൾ അദ്ദേഹം അവിടെ ചെന്നപ്പോൾ ഇതെല്ലാം ഈ കഞ്ചാവൊക്കെ അടിച്ച് അല്ലെങ്കിൽ മയക്കുമരുന്നൊക്കെ അടിച്ച് കിറിയും കിടക്കുന്ന ഹിപ്പികളാണ് അദ്ദേഹം കാണുന്നത്. അവിടെ അത് മാത്രമേ കാണുള്ളൂ. അമേരിക്ക എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഹിപ്പി ലാൻഡ്, അല്ലേ? ഹിപ്പി ലാൻഡാണ്. അവിടെ എവിടെ നോക്കിക്കഴിഞ്ഞാലും ഹിപ്പികൾ ഫ്രീ ആയിട്ട് കിട്ടും, അല്ലേ? അങ്ങനെയുള്ള ആ ഒരു സ്ഥലമാണ്. അവിടെയാണ് പ്രഭുപാദർ അവിടെ ചെല്ലുന്നത്. അല്ലാതെ മാന്യമായിട്ടുള്ള ആൾക്കാരായിരുന്നു പ്രഭുപാദർ കാണാൻ വഴിയില്ല. കാരണം യവന്മാർ മാത്രമേ കാണുള്ളൂ സ്ട്രീറ്റിലൊക്കെ. അപ്പോൾ ആദ്യം പ്രഭുപാദർ വിചാരിച്ച് ഇതിനെയൊക്കെ ഞാൻ എങ്ങനെ നന്നാക്കി എടുക്കുമെന്നാണ് വിചാരിച്ചത്. ഇതിനെയൊക്കെ എങ്ങനെയാണ് ഞാൻ എൻ്റെ ഭഗവാന്റെ കഥകൾ ഇതിനെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുക എന്നാണ് അദ്ദേഹം ആദ്യം ആലോചിച്ചത്. എന്താണ്, ഞാൻ എങ്ങനെയാണ് ഇവർക്ക് വാസുദേവ കഥ പറഞ്ഞു കൊടുക്കുന്നത് എന്നാണ് എനിക്കറിയില്ല എന്നാണ് ആര് പറയുന്നത്? പ്രഭുപാദർ ആ ശ്ലോകത്തിൽ പറയുന്നത്, അല്ലെങ്കിൽ ആ കവിതയിലൂടെ പറയുന്നത്. ഒരു പത്രപ്രവർത്തകൻ ഒരിക്കൽ പ്രഭുപാദരോട് ചോദിച്ചു, അങ്ങേക്ക് ലണ്ടൻ എങ്ങനെ തോന്നുന്നു? അദ്ദേഹം UK ലണ്ടനിലായിരുന്നപ്പോൾ ഒരു പത്രപ്രവർത്തകൻ ചോദിച്ചതാണ്, അല്ലേ? ഒരു സെക്കൻഡ് പോലും ചിന്തിക്കാതെ അദ്ദേഹം എന്താ പറഞ്ഞതെന്നറിയോ? ഒരു ആലോചിക്കാതെ അദ്ദേഹം പറഞ്ഞു, ലണ്ടൻ ഒരു ഹെല്ലാണ്, നരകമാണ്. ആലോചിക്കേണ്ടി വന്നില്ല, രണ്ടാമതൊരു പ്രാവശ്യം കൊണ്ട് ആലോചിക്കേണ്ടി വന്നില്ല. അദ്ദേഹം കാണുന്നത് എന്താണ്? നരകം മാത്രമാണ് അവിടെ. അപ്പോൾ അതാണ് അദ്ദേഹത്തിൻ്റെ ഉത്തരം. അവർക്കെല്ലാം ഉണ്ട്, പക്ഷേ അവർ ഹാപ്പി അല്ല. അതാണ്, അല്ലേ? അവർക്ക് ഇഷ്ടംപോലെ കാശുണ്ട്. ഇപ്പോൾ അമേരിക്കക്കാരാണെങ്കിൽ സെയിം തന്നെയാണ്. അവർക്ക് കാശുണ്ട്, പക്ഷേ അവരാരും സന്തോഷവാരല്ല. അവരിങ്ങനെ സന്തോഷം ഇന്ദ്രിയ തൃപ്തി അന്വേഷിച്ച് പോവാണ്. സന്തോഷം എവിടെ കിട്ടുമെന്ന് പറഞ്ഞ് അന്വേഷിച്ച് നടക്കുക, അല്ലേ? പക്ഷേ അവർക്ക് ഒരിക്കലും കിട്ടുന്നില്ല. ഈ 3 ഗുണങ്ങൾ പഠിച്ചതുകൊണ്ട് എന്താണ് നേട്ടം, അല്ലേ? നമ്മളിപ്പോൾ സത്യഗുണവും തമോ ഗുണവും രജോ ഗുണവും ഒക്കെ അതിനെക്കുറിച്ചൊക്കെ പഠിപ്പിക്കുന്നു, അല്ലേ? പഠിക്കുന്നു, അല്ലെങ്കിൽ പ്രഭുപാദ് നമ്മൾ പഠിപ്പിച്ചിരുന്നു. അതിൻ്റെയൊക്കെ അതൊക്കെ പഠിച്ചിട്ട് എന്താ ഗുണമെന്നാണ് അവിടെ ചോദിക്കുന്നത്, അല്ലേ? ചിലർ പറയും ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് എന്ത് നേടാനാണെന്ന്. പണിയെടുത്ത് പൈസ ഉണ്ടാക്കി മര്യാദയ്ക്ക് ജീവിച്ചാൽ പോരെ, അല്ലേ? പ്രഭു ആരെങ്കിലുമൊക്കെ ഇങ്ങോട്ട് വരാനായിട്ട് വിളിക്കുമ്പോൾ അവരിതാണ് പറയുന്നത്. എന്താണ്? അവർക്ക് ഭഗവത്ഗീതയൊക്കെ അറിയാം. എന്തോന്ന് ഭഗവത്ഗീത? ഞാൻ എത്ര പ്രാവശ്യം വായിച്ചിട്ടുണ്ടെന്ന് അറിയും. എനിക്ക് ഒരുപാട് കഥകളൊക്കെ അറിയാം. നിങ്ങൾക്ക് അറിയുന്നതിനെക്കാളും കൂടുതൽ എനിക്കറിയാം എന്നവർ പറയും, അല്ലേ? അവരോട് ചോദിക്കണം, എന്താ നിങ്ങൾക്ക് ഭഗവത്ഗീതയിൽ അറിയാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോൾ അറിയാം അവരുടെ ഉള്ളിലുള്ള കളത്തിലൊക്കെ ഉണ്ട്, അല്ലേ? അവർ ഓരോ എക്സ്ക്യൂസ് കണ്ടുപിടിക്കും. എനിക്കിതൊന്നും വേറെ ആരും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. കഴിഞ്ഞ ആഴ്ച കൂടെ എൻ്റെ അടുത്ത് ഒരാൾ പറഞ്ഞതാണ്, അല്ലേ? എനിക്കിതിനിടയിൽ ഒരു മീഡിയേറ്ററുടെ ആവശ്യമില്ല. നമ്മുടെ അയോധ്യ യാത്രയിലും ഒരാളുണ്ടായിരുന്നു, ഭയങ്കര ജ്ഞാനിയാണ്, ഒരുപാട് കാര്യങ്ങൾ അറിയാം. അയാളൊരു ജാതകം നോക്കുന്നാലും അസ്ട്രോളജറാണ്, സൂപ്പർ. നാരായണയൊക്കെ പച്ചവെള്ളം പോലെ പറയും, അല്ലേ? അവർക്ക് അതിലൊക്കെയാണ് ഭയങ്കര പിടുത്തം. അല്ല താഴോട്ട് ഹരകൃഷ്ണനാണ്, അത് വല്ലപ്പോഴൊക്കെ ഉള്ളൂ, അല്ലേ? ജപിക്കുന്നുണ്ടോ? ഉണ്ട്. എന്തെങ്കിലും കിട്ടിയോ? ഒന്നും കിട്ടിയിട്ടില്ല. അവർ പറയുന്നത് എല്ലാം കിട്ടിയെന്നാണ്. ഞാൻ പുള്ളിയോട് അവസാനം പറഞ്ഞിട്ട് വരണമെന്ന് വിചാരിച്ചു. അദ്ദേഹത്തിന് താല്പര്യമില്ലാത്തത് ഒരു ഗുരുവിനെ സ്വീകരിക്കാൻ താല്പര്യമില്ല. ഈ പറഞ്ഞു വന്നത് ഞാനും വിചാരിച്ചു, കഷ്ടമായിപ്പോയി ഈ ജന്മം. അത് ഞാൻ അവസാനം നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഉരസേണ്ടി വരുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഈ പോകുന്നതിന് മുമ്പ് ബൈ പറയുമ്പോൾ രഹസ്യമായിട്ട് കാതിൽ മര്യാദയ്ക്ക് പോയി ഒരു ഗുരുവിനെ സ്വീകരിക്കട്ടെ, അല്ലെങ്കിൽ രക്ഷപ്പെടത്തില്ല എന്ന് പറഞ്ഞിട്ട് ഓടിക്കളാന്ന് വിചാരിച്ചാണ്. പക്ഷെ കിട്ടിയില്ല. അവസാന ദിവസം പുള്ളിക്കാൻ വയ്യാതെ ഞാൻ നോക്കിയപ്പോൾ ഇങ്ങനെ വെള്ളത്തിൽ വീണ് കോഴിയെ പോലെ ഇരിക്കുന്നു ഒരു സ്ഥലത്ത്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരുണ്ട്, ഭയങ്കര ജ്ഞാനികളാണ്. അവർക്ക് കാര്യങ്ങളൊക്കെ അറിയാം, ഭഗവത്ഗീതയും അറിയാം, അവർക്ക് ശ്ലോകങ്ങളൊക്കെ പച്ചവെള്ളം പോലെ പറയാം, അതിൻ്റെയൊക്കെ ഭാവാർത്ഥം അത് എല്ലാം പ്രഭുപാദൻ തന്നെ പറയുന്നത്. പക്ഷെ ഈ ഒരു കുഴപ്പം മാത്രം, എനിക്കും ഭഗവാനും ഇടയിൽ എനിക്ക് ഭഗവാനെ പൂജിക്കാനായിട്ട് എന്തിനാണ് ഒരു മീഡിയേറ്റർ എന്നാണ് അദ്ദേഹം എന്നോട് ചോദിച്ചു, പച്ചയ്ക്ക് ചോദിച്ചു. നമ്മുടെ ജയകൃഷ്ണ പ്രഭുവും അറിയില്ലേ, ആൾ വന്നില്ലല്ലോ. ജയകൃഷ്ണ പ്രഭുവും വളരെ ശ്രമിച്ചു.
ഇതാണ് ഈ ലൈൻ എന്ന് പറഞ്ഞപ്പോൾ പുള്ളി എങ്ങനെയെങ്കിലും മാറിക്കളഞ്ഞു. എന്നിട്ട് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, പ്രഭു എന്ത് കഷ്ടമാണ്, ഇദ്ദേഹം എന്തൊരു ജ്ഞാനിയാണ്, പക്ഷെ കയ്യിരിപ്പിതാ ഒരു ഉപയോഗമില്ല. അപ്പോൾ അതുകൊണ്ട് ചിലർ പറയും ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് എന്ത് നേടാനാണ്, പണിയെടുത്ത് പൈസ ഉണ്ടാക്കി മര്യാദയ്ക്ക് ജീവിച്ചാൽ പോരെ. നാം ഭഗവാന്റെ അംശമാണെന്നും നമ്മുടെ ലക്ഷ്യം തിരികെ ഭഗവത്ധാമത്തിൽ എത്തുകയാണെന്നും മനസ്സിലാക്കിയില്ലെങ്കിൽ നമുക്ക് ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കില്ല. കാര്യം എന്താണ്? നമ്മുടെ ലക്ഷ്യബോധമില്ല എന്നർത്ഥം അല്ലേ? നമുക്ക് നമ്മുടെ ലക്ഷ്യം എന്താണെന്ന് അറിയില്ല. ആ ലക്ഷ്യം വളരെ ക്ലിയർ ആയിരിക്കണം. ഒരു ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങോട്ടാണ് പോകേണ്ടത് എന്നറിഞ്ഞില്ലെങ്കിൽ അതിന് എത്ര നേരം ആകാശത്ത് പറക്കാനാകും? ഒരു ഫ്ലൈറ്റ് ഇങ്ങനെ ടേക്ക് ഓഫ് ചെയ്തു അല്ലേ, ആ ടേക്ക് ഓഫ് ചെയ്തിട്ട് പൈലറ്റ് ആലോചിക്കണം എങ്ങോട്ട് പോകണം. ടേക്ക് ഓഫ് ചെയ്തതിന് ശേഷം ഞാൻ ബാങ്കോക്കിൽ പോകണോ, സിംഗപ്പൂരേക്ക് പോകണോ, ബോംബെക്ക് പോകണോ അറിയത്തില്ല അല്ലേ. അപ്പോൾ അറിയുന്നില്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹം എന്ത് ചെയ്യും? ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. കുറേ നേരം കഴിയുമ്പോൾ തന്നെ ലോ ഫ്യൂൽ എന്ന് പറഞ്ഞൊരു മെസ്സേജ് വരും അല്ലേ. അപ്പോൾ തന്നെ അങ്ങനെ ഏതെങ്കിലും ഒരു അടുത്തുള്ള ഒരു എയർപോർട്ടിൽ ഇറങ്ങേണ്ടി വരും. എമർജൻസി ലാൻഡിങ് ചെയ്യേണ്ടി വരും. അതൊക്കെ ആയിരിക്കും ലക്ഷ്യബോധമില്ലാത്ത ഒരാളുടെ ജാതകം അല്ലെങ്കിൽ ഡെസ്റ്റിനേഷൻ. അതിന് എത്ര നേരം ആകാശത്ത് പറക്കാനാകും? നമുക്ക് നമ്മുടെ യാത്ര എവിടെയെങ്കിലും അവസാനിപ്പിച്ചേ പറ്റൂ. അതുകൊണ്ടാണ് ഭഗവാൻ ഭഗവത്ഗീതയിൽ പറഞ്ഞത്, മന്മനാഭവ മദ്ഭക്തോ മദ്യാജി മാം നമസ്കുരു മാമേ വൈശ്യസി മദ്ദൈവ മാത്മാനം മത്പരായണ. എന്നിൽ മനസ്സുറപ്പിക്കുക അല്ലേ. വളരെ പ്രശസ്തിയുള്ള ഒരു ശ്ലോകമാണ്, എല്ലാവർക്കും അറിയാവുന്നത്. മന്മന ഭവ മദ്ഭക്തോ. മന്മന എന്ന് പറഞ്ഞാൽ എന്താണ്? എന്നിൽ മനസ്സുറപ്പിക്കുക. നിങ്ങളുടെ മനസ്സ് എന്നിൽ ഉറപ്പിക്കുക. മന്മന. പിന്നെന്താണ്? ഭവ മദ്ഭക്തോ അല്ലേ, എൻ്റെ ഭക്തനാവുക. എല്ലാവരുടെയും ഭക്തനല്ല, പിന്നെ എൻ്റെ ഭക്തനാവുന്ന വളരെ ക്ലിയർ ആയിട്ട് അവിടെ പറയുന്നുണ്ട്. ഭക്തനാവുക, എന്നെ ആരാധിക്കുകയും പ്രണമിക്കുകയും ചെയ്യുക. എന്നിൽ തന്നെ പൂർണ്ണമായും ഒഴുകിയിരിക്കുന്നത് കൊണ്ട് നീ തീർച്ചയായും എന്നെ പ്രാപിക്കും. അതായത് നമ്മൾ സദാ ഹരിയായിട്ടിരിക്കണം എന്നാണ് ഭഗവാനോട് പറയുന്നത് അല്ലേ. അത് കഴിഞ്ഞിട്ട് ഒരു ശ്ലോകം കൂടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അതിൽ പറയുന്നുണ്ട്. ഈ രണ്ട് ശ്ലോകം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി കഴിഞ്ഞാൽ നമ്മുടെ ഡെസ്റ്റിനേഷൻ റെഡിയാണ് അല്ലേ. നമ്മുടെ യാത്ര സുഗമമായി, നമ്മൾ എവിടെയാണ് പോകേണ്ടത് നമുക്ക് നന്നായിട്ട് അറിയാം അല്ലേ. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായി നടക്കുമെന്ന് അർത്ഥം. എന്താണ് രണ്ടാമത്തത്? സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ അഹം ത്വാം സർവഭാവേഭ്യോ മോക്ഷയിഷ്യാമി മാ ശുചഃ. സംശയിക്കുകയേ വേണ്ട, നീ ഭയപ്പെടണ്ട എന്നാണ് എന്താണ്? സർവധർമ്മങ്ങളെയും തിരിച്ച് എന്നിൽ ശരണം തേടുക, ഞാൻ നിന്നെ സകല പാപപ്രതികരണങ്ങളിൽ നിന്നും മോചിപ്പിക്കാം. നീ സംശയിക്കണ്ട, നീ ഭയപ്പെടണ്ട അല്ലേ. ഇത്രയും ഉറപ്പ് വേറെ ആരാ നമുക്ക് തരിക അല്ലേ? ആരും ഇത്രയും ഉറപ്പായി നമുക്ക് ഒരിക്കലും തരാൻ പറ്റില്ല. ഭഗവാൻ മാത്രമേ അത് തരാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അത് മനസ്സിലാക്കിയിട്ട് ഭഗവാൻ എന്താണോ ഇച്ഛിക്കുന്നത് അതനുസരിച്ച് ജീവിക്കുക അല്ലേ. അതനുസരിച്ച് ജീവിച്ചിട്ട് പ്രഭാതർ എപ്പോഴും പറയുന്നത് എന്താണ്? നിങ്ങൾ വേറെ ഒന്നും ചെയ്യേണ്ട, ഹരേ കൃഷ്ണ മഹാമന്ത്രം പറയുക, 4 യമനിയമങ്ങൾ പാലിക്കുക അല്ലേ. പിന്നെ അത് കഴിഞ്ഞാൽ നിങ്ങളുടെ അവസാന സമയത്ത് ഞാൻ വരും, നിങ്ങൾ എൻ്റെ മുന്നിൻ്റെ അറ്റത്ത് പിടിച്ചോളൂ, ഞാൻ നിന്നെ തീർച്ചയായിട്ടും എവിടെ എത്തിക്കും? ഭഗവത് ധാമത്തിൽ എത്തിക്കുന്ന ഉറപ്പ് തരാണ്. അത് പല ആചാര്യന്മാരും അത് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് അല്ലേ. എല്ലാവരും അവസാന ശ്വാസത്തിൽ അവർ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ പ്രഭുപാദ് എനിക്ക് തന്ന ആ ഒരു ഉറപ്പ് തന്നിരിക്കുന്നത് പുള്ളി കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഈസ് ദെയർ ഓൾറെഡി ടു ടേക്ക് മീ എന്നാണ് പറഞ്ഞത്. കാര്യം ഒരുപാട് ആചാര്യന്മാർ അദ്ദേഹത്തിൻ്റെ അവരുടെ അവസാന നിമിഷങ്ങളിൽ പ്രഭുപാദിനെ കണ്ടതായിട്ട് അവിടെ വെളിപ്പെടുത്തുന്നുണ്ട്. അല്പം പോലും സംസാരിക്കാൻ പോലും പറ്റാതെ എല്ലാം കുഴഞ്ഞിങ്ങനെ കിടന്ന ഒരാൾക്കാർ ചാടി എണീറ്റ് പറയും, ഏതോ പ്രഭുപാദം അവിടെ നിൽക്കുന്നു, എന്നെ കൊണ്ടുപോകാൻ വന്നു എന്ന് പറഞ്ഞു. നീ ഇപ്പം അങ്ങോട്ട് നോക്കണ്ട, അവിടെ ഇല്ല. മനസ്സിലായില്ലേ? അപ്പോൾ അത് പലരും സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. തീർച്ചയായിട്ടും അദ്ദേഹം വരും, അദ്ദേഹത്തിൻ്റെ വാക്ക് അദ്ദേഹം തീർച്ചയായിട്ടും അത് പാലിക്കും എന്നർത്ഥം. സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ അഹം ത്വം സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി മാ ശുചഃ. സർവധർമ്മങ്ങളെയും ത്യജിച്ച് എന്നിൽ ശരണം തേടുക, ഞാൻ നിന്നെ സകല പാപപ്രതികരണങ്ങളിൽ നിന്നും മോചിപ്പിക്കാൻ ഭയപ്പെടേണ്ട. ഈ ശ്ലോകങ്ങളൊക്കെ നാം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിപ്പിക്കണം. ഈ ലക്ഷ്യം മനസ്സിൽ വച്ചാൽ നമുക്ക് ജീവിതത്തിൽ വിജയിക്കാൻ പറ്റും, സന്തോഷമായി ജീവിക്കാം. അതല്ലെങ്കിൽ നാം മായാദേവിയാൽ വശീകരിക്കപ്പെടും, കുടുങ്ങിപ്പോകും, രജോ ഗുണത്തിലും തമോ ഗുണത്തിലും പെട്ടുപോകും അല്ലേ. നമ്മൾ ഒരല്പം നിമിഷം നമ്മൾ ഒന്ന് മനസ്സ് മാറി നിന്ന് കഴിഞ്ഞാൽ ഭഗവാന്റെ ധാമം അല്ലെങ്കിൽ ഭഗവാന്റെ കാര്യം നമ്മൾ പറഞ്ഞില്ല എങ്കിൽ തീർച്ചയായിട്ടും അടുത്തൊരാൾ റെഡിയായി നിൽപ്പുണ്ട്. ആരാണെന്നറിയാമോ? നമ്മൾ പിടിക്കാനായിട്ട്, നമ്മളെ ചുറ്റി വരിഞ്ഞ് പിടിക്കാനായിട്ട് റെഡിയായി നിൽക്കുകയാണ്. യവൻ്റെ മനസ്സ് എപ്പോഴാണെന്ന് ചഞ്ചലമാവെന്ന് അറിയാനായിട്ട് അല്ലേ. ആരാണത്? മായാദേവി. ഒരൊറ്റ പിടുത്തമായിരിക്കും, നമ്മൾ അറിയത്തില്ല.
നമ്മളിങ്ങനെ ആ മടിയിൽ കിടന്ന് ഇങ്ങനെ സുഖമായിട്ട് ഉറങ്ങും. മൊത്തം ഒങ്ങിച്ചോ എന്ന് പറയും. ആര് പറയും? മായാദേവി പറയും, അല്ലേ? നീ അങ്ങോട്ട് പോകാൻ സമയമായിട്ടില്ല, നീ കുറച്ചുകൂടെ വൃത്തിയാവാനുണ്ട്, നീ നന്നായിട്ട് എൻ്റെ മടിയിൽ കിടന്ന് ഉറങ്ങിക്കോളെ പറയും, അല്ലേ? അവർ താരാട്ട് പാടി നമ്മൾ ഓർക്കും. നമുക്ക് ജീവിതത്തിൽ വിജയിക്കാൻ പറ്റും, സന്തോഷമായി ജീവിക്കാം. അതില്ലെങ്കിൽ നാം മായാദേവിയാൽ വശീകരിക്കപ്പെടും, കുടുങ്ങിപ്പോകും, രജോ ഗുണത്തിലും തമോ ഗുണത്തിലും പെട്ടുഴലും. പഴയ കാലങ്ങളിൽ കൃഷ്ണാബോധത്തിന് നിൽക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ടായിരുന്നു, എളുപ്പമായിരുന്നു. ഇന്ന് കാലത്ത് അത് അത്ര എളുപ്പം ലഭ്യമല്ല, അല്ലേ? ചുറ്റുപാടുകൾ ഒരുപാട് മാറി. എന്താ അങ്ങനെ പറയാൻ കാര്യം? പണ്ട് നമ്മളെ ഒരു അമ്പലത്തിലെ ഒരു ഉത്സവം ഉണ്ടെങ്കിൽ അവിടെ എന്തായിരിക്കും നടക്കുക? അവിടെ എന്തൊക്കെയായിരിക്കും കാര്യപരിപാടികളിൽ മെയിനായിട്ടുള്ളത്? എന്തൊക്കെയായിരിക്കും ഉഷമാലജി? എന്തോ ആയിരിക്കും കാര്യപരിപാടികൾ? ആലോചിച്ചുകൊണ്ടിരിക്കും. ഒരു ഉത്സവം നടന്നു കഴിഞ്ഞാൽ, ഒരു ഉത്സവം നടക്കുകയാണ്, ഒരു അമ്പലത്തിൽ ഉത്സവം നടക്കുകയാണ്. പണ്ട് ഒരു 10-20-25 കൊല്ലം മുമ്പേ അവിടുത്തെ മെയിൻ പ്രോഗ്രാംസ് എന്തുമായിരിക്കും? എന്ത് നാടകമായിരിക്കും? ഭഗവാന് പുരാണ നാടകങ്ങളായിരിക്കും, അല്ലേ? പിന്നെ കഥകളി എന്താണ്? മുഴുവൻ ഭഗവാന്റെ കഥകളാണ്, ഭഗവാന്റെ ലീലകളാണ് മുഴുവൻ പറയുന്നത്, അല്ലേ? അങ്ങനെയുള്ള നൃത്തശില്പങ്ങളും കാര്യങ്ങളൊക്കെ ആയിരുന്നു, അല്ലേ? ഇപ്പൊ കഥകളി വെച്ചാൽ എത്ര പേര് കാണാൻ പോകും? കഥകളി എന്താണെന്ന് പോലും അറിയത്തില്ല, അല്ലേ? ആരും പോകത്തില്ല. ഇപ്പം ഡിസ്കോ ഡാൻസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ആൾക്കാർക്ക് ഇഷ്ടം, അല്ലേ? അതുകൊണ്ട് നാടും അതേപോലെ നശിച്ചു. അതാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. എന്താണ്? അന്നൊക്കെ പഴയ കാലങ്ങളിൽ കൃഷ്ണാപൂരത്തിൽ നിൽക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ടായിരുന്നു, എളുപ്പമായിരുന്നു. ഇന്ന് കാലത്ത് അത് അത്ര എളുപ്പം ലഭ്യമല്ല. ചുറ്റുപാടുകൾ ഒരുപാട് മാറി. അതായത് നമ്മുടെ ചുറ്റുപാടുകളും സാഹചര്യങ്ങളൊക്കെ ഒത്തിരി വ്യത്യാസമുണ്ടെന്നർത്ഥം, അല്ലേ? ഏറ്റവും വലിയ പ്രശ്നം ഇത് തന്നെയാണ്. എല്ലാം അതിനകത്തുണ്ട്, കഥകളി എല്ലാം ഇതിനകത്ത് തന്നെ ഉണ്ട്, അല്ലേ? അതുകൊണ്ട് കയ്യിലെടുത്താൽ മതി, ചൊട്ടിക്കൊണ്ടിരിക്കാനുണ്ട്. പ്രഭുപാദരോട് ഒരു റിപ്പോർട്ട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഇത്രയധികം ക്ഷേത്രങ്ങൾ പണിയുന്നത്? നമ്മൾ പലരും ചോദിച്ചിട്ടുണ്ട്. ഞാനൊരു അപ്പോൾ പ്രഭുപാദർ പറഞ്ഞത്, ഞാനൊരു മരച്ചുവട്ടിലിരുന്നിട്ട് ഭഗവത്ഗീതയോ ശ്രീമദ് ഭാഗവതമോ പഠിപ്പിച്ചാൽ ആരും അത് കേൾക്കാൻ അവിടെ വരില്ല. കാര്യം എന്താണ്? ഭയങ്കര ചൂടാണ് അവിടെ. നമുക്ക് കംഫർട്ടബിളായിട്ട് അവിടെ ഇരിക്കാൻ പറ്റില്ല. ഇപ്പോഴത്തെ കാലാവസ്ഥയൊക്കെ അങ്ങനെയാണ്. നേരെ മറിച്ച് ടെമ്പിളിനകത്ത് വെച്ച് നമ്മൾ ക്ലാസ് എടുക്കുകയാണെങ്കിൽ അവിടെ ഫാനുണ്ട്, എയർ കണ്ടീഷനുണ്ട്, അല്ലേ? ഇതെല്ലാം കൊണ്ട് ആൾക്കാർക്ക് വളരെ കംഫർട്ടബിളായിട്ട് ഇരുന്ന് കേൾക്കാൻ പറ്റും. നമ്മളിപ്പോൾ എന്ത് കേൾക്കുകയാണെങ്കിലും നമ്മൾ വളരെ കംഫർട്ട് അല്ല എങ്കിൽ, ഇപ്പോൾ മാരജിക്ക് താഴെ ഇരിക്കാൻ കംഫർട്ട് ആയതുകൊണ്ടാണ് മാരജി ഇരിക്കുന്നത്, അല്ലേ? അല്ലെങ്കിൽ കാല് വേദനിക്കുകയാണ്, അല്ലെങ്കിൽ മുട്ട് വേദനയൊക്കെ ആണെങ്കിൽ നമ്മൾ എപ്പോഴും എന്ത് വിചാരിക്കും? എൻ്റെ മുട്ടേ എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കും, അല്ലേ? നമ്മുടെ കോൺഷ്യസ് മുഴുവൻ മുട്ടിലായിരിക്കും, അല്ലേ? ഇയാളിത് എപ്പോൾ തീർക്കും, എനിക്കൊന്ന് എഴിച്ച് പോകണം, എനിക്ക് നൂത്ത് വയ്ക്കാൻ, കാലിൽ നൂത്ത് വയ്ക്കാനും പറ്റില്ല, ഇവിടെ ഭഗവാൻ ഇരിക്കുന്നത് നൂത്ത്, അല്ലേ? നമുക്ക് നിവൃത്തി വയ്ക്കാൻ പറ്റില്ല എന്നല്ല നമ്മൾ ചിന്തിക്കാം. എൻ്റെ ക്ലാസ് വല്ലതും കേൾക്കുമോ? ഇല്ല. നമ്മൾ ഈ പറയുന്ന ആരാണെങ്കിലും അവർ എന്താ പറയുന്നതെന്ന് കേൾക്കാൻ പറ്റില്ല. കാര്യം എന്താണ്? നമ്മുടെ കോൺഷ്യസ് മുഴുവൻ മുട്ടിലായിരിക്കും. അതാണ് ഇവിടെ പ്രഭുപാദർ പറയുന്നത്. അവരെല്ലാവരും വളരെ കംഫർട്ടബിളായിട്ട് ആ മുറിക്കകത്ത്, അല്ലെ, അമ്പലത്തിനകത്ത് ഇരിക്കാൻ പറ്റും. എങ്ങനെ? AC-യും അവിടെ ഫാനൊക്കെ ഉണ്ടാവും, എല്ലാ സൗകര്യങ്ങളും അവിടെ ഉണ്ടാവും. അതുകൊണ്ടാണ് ഇത്രയും ടെമ്പിൾ ഉണ്ടാക്കിയെന്നാണ് ഒരു കാരണം അദ്ദേഹം പറഞ്ഞത്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് രണ്ട് താല്പര്യം ഉണ്ടാകണം. അപ്പോൾ നമ്മൾ ജയിക്കണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ജയിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് താല്പര്യം ഉണ്ടാവണം. അതിവിടെ പറയാം. എനിക്ക് ഭഗവത്ഗീത വിശദമായി പഠിക്കണം. അങ്ങനെ ആർക്കൊക്കെ താല്പര്യമുണ്ട്? ഇവിടെ ഇരിക്കുന്നതിൽ എത്ര പേർക്ക് അങ്ങനെ ഒരു താല്പര്യമുണ്ട്? ഭഗവത്ഗീത വിശദമായിട്ട് പഠിക്കണോ? നിനക്ക് താല്പര്യമില്ല? തീർച്ചയായിട്ടും ഉണ്ടാവണം, അല്ലേ? ഭഗവത്ഗീത എന്ന് പറഞ്ഞാൽ നമ്മുടെ മാനുവലാണ്. അത് അറിയാമെങ്കിൽ നമുക്ക് എല്ലാ പ്രശ്നങ്ങളും അവിടെ തീരും. ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തന്നെ ഭഗവത്ഗീത എടുത്തൊന്ന് മറിച്ച് നോക്കിയാൽ ഏതെങ്കിലും ഒരു ശ്ലോകമായിരിക്കും, ഏത് ശ്ലോകം ആയിക്കോട്ടെ, പക്ഷേ ആ ഭാവാർത്ഥത്തിൽ നമുക്ക് ആവശ്യമുള്ള ഉത്തരം ഉണ്ടാവും, അല്ലേ? അതോടുകൂടി നമ്മുടെ പ്രശ്നങ്ങളും തീരും. നമ്മൾ വളരെ ഹാപ്പി ആയിട്ട് നമ്മൾ എഴിച്ചു പോകാൻ പറ്റും. ആ ചിന്ത നമ്മളെ വിട്ടുപോകും. ആ ഒരു ആവശ്യമില്ലാത്തൊരു ചിന്ത വരും, അത് നമ്മൾ വിട്ടുപോകും. അതാണ് ഭഗവത്ഗീത എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് ഭഗവത്ഗീത വിശദമായി പഠിക്കണം എന്നുള്ളൊരു താല്പര്യം ഉണ്ടാവണം. പിന്നെ എനിക്ക് ഇനി മറ്റൊരു ജന്മം വേണ്ട. അങ്ങനെ താല്പര്യമുള്ളവർ എത്ര പേരുണ്ട്? ഇനി മറ്റൊരു ജന്മം വേണ്ട എന്ന് താല്പര്യമുള്ളവർ? പ്രഭു, എന്താണ് ഒരു വൈക്ലഭ്യം?
എങ്ങനെ അങ്ങനെ ഭഗവാന്റെ ഭക്തി ഉണ്ടെങ്കിൽ ഏതൊരു ജമ്മു എവിടെ അങ്ങനെ ഭഗവാനെ സേവിക്കാൻ പറ്റിയാൽ ഓക്കെ ശരി. ഹരകൃഷ്ണ പോകും അല്ലേ? നമുക്ക് ആർക്കും ഇനി ഒരു ജന്മത്തിൻ്റെ ഒരു താല്പര്യമില്ല. അതാണ് ഇവിടെ പറയുന്നത്. എന്താണ്? എനിക്കിനി മറ്റൊരു ജന്മം വേണം. ഈ രണ്ട് കാര്യവും നമ്മൾ മനസ്സിൽ എപ്പോഴും കൊണ്ട് നടക്കണം. ഒരു ഒരു ചെറിയൊരു കഥ പറയാം. ഒരു ഗ്രാമത്തിൽ ഒരു വലിയ ബംഗ്ലാവ് ഉണ്ടായിരുന്നു. ആ ഒരു വലിയൊരു ബംഗ്ലാവ് എല്ലാവരും മനസ്സിൽ കാണുന്നുണ്ടല്ലോ അല്ലേ? ഒരു വലിയ ബംഗ്ലാവ്. അവിടെ ആ ബംഗ്ലാവിന് ചുറ്റിനും ഭയങ്കര വൻ മതിലാണ്. നല്ല നല്ല വെള്ളയൊക്കെ പൂശി നല്ല പെയിൻ്റൊക്കെ അടിച്ചിട്ട് നല്ല സൂപ്പർ മതിലുകൾ. ഈ മതിൽ കാണുമ്പോൾ അവിടെ കുറേ കുട്ടികൾ കളിക്കുന്നുണ്ട്. ആ കുട്ടികൾക്ക് ആ കുട്ടികൾക്ക് കൊച്ചു കുട്ടികൾക്ക് എന്താണ് താല്പര്യം? എന്തെങ്കിലും ഒരു സ്ഥലം കണ്ടു കഴിഞ്ഞാൽ അവിടെ കുത്തിവരിക്കണം തോന്നുന്നു അല്ലേ? അവിടെ എന്തെങ്കിലുമൊക്കെ കുത്തിവരച്ച് വെച്ചാലാണ് അവർക്ക് സംതൃപ്തി വരിക. അപ്പോൾ അവർക്ക് ഈ മതിൽ കാണുന്തോറും അവർക്ക് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കുത്തി വരയ്ക്കണം എന്നുള്ളൊരു താല്പര്യം അവർക്കുണ്ട്. പക്ഷേ അവിടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര കപ്പട മീശയുള്ള ഒരാൾ അവിടെ പാറാവുകാരനായിട്ട് നിൽപ്പുണ്ട്. അയാളെ പേടിച്ചിട്ട് ആരും ആ ഏരിയയിലോട്ട് പോകത്തില്ല. അപ്പോൾ ഈ പിള്ളേരൊക്കെ അങ്ങനെ 2 കിലോമീറ്റർ അപ്പുറത്തിരുന്ന് ഇങ്ങനെ നോക്കും, എന്നാണ് നമുക്കതിൽ കുത്തി വരയ്ക്കാൻ പറ്റുന്നത് അല്ലേ? അവർ കരിയും റെഡിയാക്കി വെച്ചിരിക്കും. അതിൽ ഒരു ബുദ്ധിമാനുണ്ടായിരുന്നു. അപ്പോൾ അവർ തമ്മിൽ ഒരു മത്സരം കൂടെ ഉണ്ടായി. മത്സരം കൂടെ പറഞ്ഞു, ആരാണോ അവിടെ പോയി അവിടെ എന്തെങ്കിലുമൊക്കെ കുത്തി വരച്ചിട്ട് വരുന്നത് അവർക്കൊരു ഐസ്ക്രീം ബാക്കി എല്ലാവരും കൂടെ വാങ്ങിച്ചു കൊടുക്കുന്നു അല്ലേ? ഇതും കൂടെ കേട്ടപ്പോൾ ഒരാൾക്ക് പിന്നെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. ആ പയ്യൻ ഒരു ഒറ്റ ഓട്ടം, കൊച്ചു പയ്യനാ, ഒറ്റ ഓട്ടം ഓടിച്ചെന്ന് അവിടെ ഒരു കരി എടുത്തിട്ട് അവനതിൽ കുറേ എന്തൊക്കെ കുത്തി വരച്ചിട്ട് ഇതുങ്ങൾ ഇവിടെ കിടുകിട വരയ്ക്കാൻ തുടങ്ങി. ഇയാളിപ്പോൾ അവനെ അടിച്ച് ശരിയാക്കുമെന്ന് പറഞ്ഞിട്ടാണ് ബാക്കി കൂട്ടുകാർ നോക്കിയിരിക്കുന്നത്. യവന്മാരെ കിടുകിട വരയ്ക്കാൻ. എന്താ അബദ്ധം കാണിച്ചു? അയ്യോ ഇനിയിപ്പോൾ നമ്മൾ വീട്ടിൽ പോയി എന്തോ പറയും ഇവനിപ്പോൾ അടി കൊള്ളുമല്ലോ എന്ന് പറഞ്ഞു. ആ പാറാവുകാരൻ വന്നിട്ട് അവനെന്തോ ഒരു കയ്യിൽ കൊടുത്തിട്ട് പുറത്ത് തട്ടിയിട്ട് പൊക്കോളം പറഞ്ഞു. ഇവർ അന്തം വിട്ടുപോയി. അപ്പോൾ ഇവൻ തിരിച്ചു വന്നപ്പോൾ അവർ ചോദിച്ചു, നീ എന്ത് മറിമായോടെ അവിടെ കാണിച്ചേ? നീ അവിടെ എന്താ കുത്തി വരച്ചത്? അപ്പോൾ അവൻ എന്താ പറഞ്ഞു? ആർക്കെങ്കിലും പറയാം ഉത്തരം? അവൻ എന്താ അവിടെ എഴുതിയെന്നറിയാം? ഇവിടെ പരസ്യം പതിക്കരുത്. കേട്ടോ അല്ലേ? ആ പാറാവുകാരൻ വന്ന് നോക്കിയപ്പോൾ അവൻ നല്ല കാര്യമാണ് എഴുതിയിരിക്കണം, ഇവിടെ പരസ്യം പതിക്കരുത് അല്ലേ? കൂട്ടുകാരുടെ താല്പര്യം എന്തായിരുന്നു? അവിടെ എന്തെങ്കിലും കുത്തി വരച്ചിട്ട് വരണം. അവൻ കുത്തി വരച്ചു. അവൻ കുത്തി വരച്ചപ്പോൾ ഇങ്ങനെയാണ് കുത്തി വരച്ചത്. നോക്കണേ, അതാണ് ഇവിടെ പറയുന്നത് നമ്മുടെ ആ സാഹചര്യം അനുസരിച്ച് നമ്മുടെ മനസ്സ് മാറ്റണം, അല്ലെങ്കിൽ നമ്മുടെ താല്പര്യങ്ങൾ മാറ്റണം. മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെയും പിടിച്ചു നിൽക്കാൻ പറ്റുന്ന പറയണം. അവന് ഐസ്ക്രീമും കിട്ടി. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. മീശ്വരാത്മാ ആരാണോ മുതൽ നോക്കുന്നത് ശിക്ഷിച്ചതിന് പകരം പാറാവുകാരൻ ഒരു മുട്ടായി കൊടുത്ത് അവനെ പ്രശംസിച്ചു വിട്ടു. കൂട്ടുകാർ ചോദിച്ചു, നീ എന്ത് പണിയാണ് അവിടെ പറ്റിച്ചത്? അപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ മതിലിൽ ഇവിടെ പരസ്യം പതിക്കരുത് എന്നാണ് എഴുതിയത് അല്ലേ? സ്റ്റിക് നോബിൾസ് എന്ന് എഴുതി വെച്ചില്ല. അതാണ്. അപ്പോൾ നാം സാഹചര്യങ്ങൾക്കനുസരിച്ച് നീങ്ങാൻ പഠിക്കണം. നാം ഭഗവത്ഗീതയിൽ എന്താണ് നാം ഭഗവത് ധാമത്തിൽ എത്താനായി നിരന്തരം ജപിക്കുകയും യമനിയമങ്ങൾ പാലിക്കുകയും ആനുകൂല്യന കൃഷ്ണാനുശീലനമായി ജീവിക്കുകയും ചെയ്താൽ നമുക്ക് തീർച്ചയായും ഭഗവത് ധാമത്തിൽ എത്താൻ സാധിക്കും. ഹരേ കൃഷ്ണ. പ്രഭു ക്ലാസ്സിൽ പോയി പറഞ്ഞു, നമ്മൾ ഭക്തരുടെ സേവനം ചെയ്യാൻ, നാമം ജപിക്കാൻ. നമുക്ക് നമ്മുടെ കുട്ടിക്കാലത്ത് ഒരു അനുഭവം നമുക്ക് ഓർമ്മയുണ്ട്. നമ്മുടെ സ്കൂളിലൊക്കെ ആയിരിക്കുന്ന സമയത്ത് ഇതേപോലത്തെ ക്ലാസ്സുകളൊക്കെ നമ്മൾ അറ്റൻഡ് ചെയ്യും. ക്ലാസ്സുകളൊക്കെ ടീച്ചേഴ്സും പറഞ്ഞ് അങ്ങനെ നമ്മൾ അറ്റൻഡ് ചെയ്യും. ഏത് ക്ലാസ്? നോർമൽ സ്കൂൾ ക്ലാസ്. പക്ഷെ അതിലൊന്നും ഒരു എന്തൂസിയാസം ചിലപ്പോൾ നമുക്ക് കാണണമെന്നില്ല. ഇപ്പം പഠിക്കണം എന്നൊക്കെ ഉണ്ട്, പഠിക്കണം എന്നൊക്കെ ഉണ്ട്. ഒരു സ്കൂൾ കുട്ടിയെ സംബന്ധിച്ച്, എന്നെ സംബന്ധിച്ച് ഞാൻ പറയാം, എനിക്കങ്ങനെ പഠിച്ചതാവണം അങ്ങനെ ഒരു ഇതൊന്നും ഇല്ല. ജസ്റ്റ് അറ്റൻഡ് ചെയ്യുന്ന അച്ഛനും അമ്മയും നിർബന്ധിക്കുന്നതുകൊണ്ട് സ്കൂളിൽ പോകും, തിരിച്ചു വരും. അതൊരു റൊട്ടീൻ പോലെ നടക്കും. പക്ഷെ അതേപോലെ നമുക്ക് പലപ്പോഴും ഭഗവത്ഗീതയും ഇതേപോലുള്ള ക്ലാസ്സുകളെയും നമ്മൾ അതേപോലെ ചിലപ്പോൾ കാണാറുണ്ട്. ഇപ്പം ഭൗതികമായ പഠനങ്ങളും നമുക്കൊരു വിരസമാണ്. നമുക്ക് ജോലി കിട്ടുമെന്നുള്ള ഒരേ ഒരു ഉദ്ദേശത്തിലാണ് നമ്മൾ പലപ്പോഴും ഈ പഠനത്തിൽ നമ്മൾ എടുക്കുന്നത്. പക്ഷെ അതേപോലെ ഈ ആത്മീയ സദസ്സുകളിലും ആത്മീയ കാര്യങ്ങളൊക്കെ വരുമ്പം നമുക്ക് ആ ഉത്സാഹം ഉണ്ടാകത്തില്ല. ഒരു റിച്വലായിട്ട് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ എടുക്കാറുണ്ട്. KBR വൈകിട്ട് ക്ലാസ് ഉണ്ട്, തൈക്കാട് ഉച്ചയ്ക്ക് ക്ലാസ് ഉണ്ട്, ഇവിടെ ഭാഗവതം ക്ലാസ് ഉണ്ട്, ഇങ്ങനെ വരും.
അപ്പം ഈ ആത്മീയ പഠനവും ഭൗതിക പഠനവും തമ്മിൽ അതിനകത്തുള്ള ആ ഉത്സാഹം വരണമെങ്കിൽ ഒരു വ്യക്തി സേവനത്തിൽ ഏർപ്പാടായാൽ മാത്രമേ പറ്റൂ. അത് ജസ്റ്റ് കേട്ടുകൊണ്ടിരുന്നാൽ എപ്പോഴും ഭൗതികമായ കാര്യങ്ങൾ കേൾക്കുമ്പോഴും ഉണ്ടാകുന്ന ആ ഉത്സാഹക്കുറവ് തന്നെ ആത്മീയ കാര്യത്തിലും ഉണ്ടാകും. അപ്പം ആത്മീയ ജീവിതത്തിൽ സേവനത്തിന്റെ പ്രാധാന്യം ഒന്ന് പ്രഭുത്വം. പ്രഭുപാദൻ എപ്പോഴും പറയുന്ന 2 കാര്യമാണ്. നിങ്ങൾ വേറെ ഒന്നും ചെയ്യണ്ട, കേൾക്കാമല്ലോ, ഇതില്ലെങ്കിൽ കേൾക്കാമല്ലോ, ഒന്നും ചെയ്യണ്ട, നിങ്ങൾ ജപിക്കുക, മര്യാദയ്ക്ക് ജപിക്കുക, 16 റൗണ്ട് ജപിക്കാൻ ശ്രമിക്കുക എല്ലാ ദിവസവും. അത് കഴിഞ്ഞാൽ പിന്നെ ഭഗവത് ധാമത്തിൽ എന്തെങ്കിലും സേവ ചെയ്യാൻ ശ്രമിക്കുക, ഭഗവത് സേവ. ആ സേവാ മനോഭാവത്തോടു കൂടി മാത്രമേ നമുക്ക് ഭക്തിയിലോട്ട് വരാൻ പറ്റുള്ളൂ എന്ന് പ്രഭുപാദൻ എപ്പോഴും എടുത്തെടുത്ത് പറയും. മാത്രമല്ല ഭഗവത്ഗീതയിലും അത് എടുത്തെടുത്ത് പറയുന്നു. എന്തിനാണ് ഇങ്ങനെ എടുത്തെടുത്ത് പറയുന്നത്? നമ്മളൊക്കെ മന്ദബുദ്ധികളായതുകൊണ്ട് അല്ലേ? ഒരു പ്രാവശ്യം പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല, നമ്മൾ മണ്ടേ കയറത്തില്ല. അതുകൊണ്ടാണ് അത് വീണ്ടും വീണ്ടും ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ? ആ സേവോന്മുഖനായിട്ടിരുന്ന മാത്രമേ ഹലോ ഞാൻ നോക്കിയിട്ട് പറയാം. ശരി 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 ഓക്കെ. പ്രഭുപാദർ എപ്പോഴും എംഫസിസ് പറയുന്ന ഒരു കാര്യമാണ് എന്താണ്? ഈ സേവനം അല്ലേ? നമ്മളിനി ഈ വിരിക്കുന്ന എല്ലാവരും തന്നെ സേവ ചെയ്യുന്നവരാണ്. അതുകൊണ്ടാണ് ഭക്തിയിൽ നമുക്ക് മുന്നോട്ട് വരുന്നത്. ഭക്തിയിൽ ഇനി പലരും ഇവിടെ അമ്പലത്തിൽ വന്നിട്ട് ഒരു ഇല പോലും എടുത്ത് മാറ്റി വയ്ക്കില്ല അല്ലേ? അങ്ങനെ സ്വന്തം പാത്രം ആരെങ്കിലും കൈ കൊടുത്താൽ കൊള്ളാമെന്ന് പറഞ്ഞിട്ട് നടക്കുന്ന ആൾക്കാരുണ്ട്. അതല്ലെങ്കിൽ അവിടെ കൊണ്ട് വെച്ചിട്ട് ഓടിക്കളെ അല്ലേ? ആരെങ്കിലും കഴിക്കട്ടെ എന്ന്. ആ സേവ പോലും ചെയ്യാൻ താല്പര്യമില്ലാത്ത ആൾക്കാരുണ്ട്. അവർക്കൊരിക്കലും ഭക്തി കിട്ടത്തില്ല. അവർക്ക് ഭക്തി കിട്ടണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ എന്താണ്? ഭഗവത് സേവ ചെയ്തു തന്നെ ഭക്തിയാണ്. ആ സേവയിലൂടെ അല്ലാതെ ഒരിക്കലും ആ രുചി അവർക്ക് വരത്തില്ല. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഇപ്പോൾ ഒരു കൊച്ചുകുട്ടിയും അമ്മയും തമ്മിലുള്ള ബന്ധം, അവരുടെ ബന്ധം എങ്ങനെയാണ് ദൃഢമാവുന്നത് എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാതാജിമാർക്കൊക്കെ അറിയാം അല്ലേ? ആ കുഞ്ഞ് രാവിലെ എണീറ്റ് രാവിലെ കണ്ണു തുറന്നാൽ ആ സമയം മുതൽ രാത്രി അത് ഉറങ്ങുന്നത് വരെയും ഈ അമ്മ എന്താണ് ചെയ്യുന്നത്? ഈ കുഞ്ഞിൻ്റെ സേവയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ? അതിനെന്തൊക്കെ വേണോ, അതിനെ കുളിപ്പിക്കണം, അതിന് ആഹാരം കൊടുക്കണം, അതിന് സമയങ്ങളിൽ പാല് കൊടുക്കണം അല്ലേ? ഇതെല്ലാം നിരന്തരം ആ അമ്മ ചെയ്തിട്ടാണ് ആ ഒരു റിലേഷൻ അത്രയും വളരെ കഠിനമായിട്ട് അവർക്ക് ആ റിലേഷൻ വരും അല്ലേ? ഒരു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം അമ്മയാണ് ആദ്യം. അമ്മ കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി ആരും. അച്ഛാന്ന് വിളിക്കുന്ന പോലും പിന്നീടാണ്. അമ്മ കിട്ടിയില്ലെങ്കിലേ അച്ഛാന്ന് വിളിക്കും അല്ലേ? അമ്മയുടെ അടുത്ത് പോയിട്ട് കിട്ടാതെ വരുമ്പോൾ മാത്രമാണ് അത് അച്ഛനെ അന്വേഷിച്ച് പോകുന്നത്. അത്രയും ദൃഢമാണ് അവരുടെ ബന്ധം. എന്തുകൊണ്ട്? അത് ഈ മാതാജി ചെയ്ത സേവനങ്ങളാണ്. ആ മാതാജി കുഞ്ഞിനോട് ചെയ്ത ആ സേവനങ്ങളാണ് ആ കുഞ്ഞിൻ്റെ മനസ്സിലുള്ളത്. അതുകൊണ്ടാണ് അവർക്ക് ആ ബന്ധം ദൃഢമാകുന്നത്. അത് ചെയ്തില്ല. ഇത് നമ്മളിപ്പോൾ അറബി രാജ്യങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു ദിവസം ഒരു 7 കുട്ടികളുമായിട്ട് ഒരമ്മ ഇവിടെ പോയി സ്റ്റോറിൽ പോയി, എന്താ പറയുക അതിനെ, ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോറിൽ പോയി അല്ലേ? ഷോപ്പിംഗ് മോളിൽ പോയി ഇവർ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് തിരിച്ചു പോയി അല്ലേ? തിരിച്ച് അവിടെ ചെന്ന് അവർ സ്വാഭാവികമായിട്ട് അവരവരെ ജോലിക്ക് പോയി അല്ലേ? കുറേ കഴിഞ്ഞപ്പോൾ അവിടെ ഒരു ഫോൺ കോൾ വന്നു. നിങ്ങൾ കൊണ്ടുവന്ന ഒരു ഒരെണ്ണത ഇവിടെ ഉണ്ടെന്ന്. ഒരു കൊച്ച് 6 തിരിച്ച് വീട്ടിൽ എത്തുള്ളൂ. ഇവരെ കണ്ടില്ല, അവരറിഞ്ഞില്ല. 7ാമത്തത് അവിടെ കിടന്ന് കളിക്കുന്നേ ഉള്ളൂ. അത് അവിടെ കുറേ കിടന്ന് കളിച്ചു. അതിന് വെച്ചെന്നപ്പോൾ അത് കരയാൻ തുടങ്ങി. അപ്പോഴാണ് ഈ സെക്യൂരിറ്റി ഗാർഡ് കണ്ടത് അല്ലേ? ഇയാൾ എന്തിനു കരയണമെന്ന് ചോദിച്ചപ്പോഴാണ് പറയുന്നത്, എൻ്റെ അമ്മ ഇവിടെ ഉണ്ടായിരുന്നു, ഇപ്പം കാണാനില്ലെന്ന്. അങ്ങനെ അതിൽ തപ്പി അവർ നമുക്കൊക്കെ ഇതൊക്കെ ഉള്ളതുകൊണ്ട് അവർക്കത് കണ്ടുപിടിക്കാൻ പറ്റും. അത് തപ്പി ഫോൺ നമ്പർ കണ്ടുപിടിച്ച് അവർ ഫോൺ വിളിച്ചപ്പോഴാണ് അറിയണത്. അപ്പോഴാണ് അവർ പോയി തലയെണ്ണിയോ കുറേ ഉണ്ടല്ലോ. അപ്പോഴാണ് ഇതെൻ്റെ തന്നെ, ഞങ്ങളിപ്പോൾ വരാമെന്ന്, ഡ്രൈവറെ വിടാമെന്ന് പറയും, അതിനെ കൊണ്ടുവരാൻ. അത്രയുള്ളവരുടെ ബന്ധം. കാര്യം എന്താണ്? ഈ കുഞ്ഞുങ്ങളെയൊക്കെ നോക്കുന്ന ആരാ? അവിടുത്തെ ആയന്മാരാണ്. അവിടുത്തെ ഫിലിപ്പൈൻസ് എന്നൊക്കെ അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്നൊക്കെ വന്ന ആൾക്കാരാണ് അവർ നോക്കുന്നത്. ഈ തള്ളയ്ക്ക് പ്രസവിച്ചു എന്നുള്ള ഒരു താല്പര്യമല്ല, പ്രസവിച്ചു എന്നുള്ള ഒരു കർമ്മമല്ലാതെ അതിനെ നോക്കുകയോ അതിനെ ഒന്ന് പൊട്ടുകിടുകയോ അതിനെ കുളിപ്പിക്കുകയോ എതിര് ചെയ്തിട്ടില്ല. പിന്നെ അവർക്ക് എങ്ങനെ ബന്ധം വരും അല്ലേ? അവർക്ക് ആ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം അമ്മയും അച്ഛനും എല്ലാം ആരാണ്? ഈ ആയയാണ്. എന്തുണ്ടെങ്കിലും ആയയോടെ ചോദിക്കാം അല്ലേ? ആയയാണ് പിന്നെ പോയി അമ്മയടുത്ത് പോയി ചോദിച്ച് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. അല്ലെങ്കിൽ ആയയിൽ കുറേ കാശ് കൊടുത്തിട്ടുണ്ട്, അവർ വാങ്ങിച്ചു കൊടുക്കും. അമ്മയ്ക്ക് ഒരു ബന്ധമില്ല. അവർക്ക് തമ്മിൽ എന്ത് ബന്ധമാണുള്ളത്? അതുകൊണ്ടാണ് അവർ ഒരു തിരിച്ചറിവ് ആകുമ്പോഴത്തേന് അവർ പറഞ്ഞ് അവർ പറഞ്ഞു പോകും. അമ്മ ആര് അച്ഛനാര് അവർക്ക് ഒരു ബന്ധമില്ല.
പക്ഷേ നമ്മുടെ നാട്ടിലാണ് ആ ഒരു കാരണം ഈ ഒമാനിലൊക്കെ പോയി കഴിഞ്ഞാൽ അവർക്ക് ഇവിടെ വന്ന് കല്യാണം കഴിക്കാനുള്ള താല്പര്യം തന്നെ ഇവിടെയുള്ള പെണ്ണുങ്ങളൊക്കെ കോഴിക്കോടൊക്കെ വന്ന് കല്യാണം കഴിക്കുന്നില്ല. അതിൻ്റെ താല്പര്യം തന്നെ ഈ കുടുംബ ബന്ധം ആത്മബന്ധം ഉള്ളതുകൊണ്ടാണ്. അവർ ആ കുറേ എന്താണ് അറബികളൊക്കെ അത് മനസ്സിലാക്കിക്കൊണ്ടാണ് അവർ നമ്മുടെ നാട്ടിൽ വന്ന് കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നത്. അവർക്കറിയാം ഞാൻ അവിടെ നിന്ന് ഒരു അറബി കൊച്ചിനാണ് കല്യാണം കഴിക്കുന്നതെങ്കിൽ എൻ്റെ ജീവിതം പോക്കാണ് അല്ലേ. അവർക്ക് യാതൊരു ഒരു ആത്മബന്ധമില്ല. അത് ഉണ്ടാകുന്നത് ഇന്ത്യൻ കൾച്ചറിലാണ്. അതുകൊണ്ടാണ് അവർ ഇവിടെ വന്ന് കല്യാണം കഴിക്കാൻ ശ്രമിക്കുന്നത്. നമ്മൾ ഒരുപാട് കഥകൾ കേട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ ഒമാനിലൊക്കെ ഉള്ള ആൾക്കാർക്ക് നമ്മളുടെ ആ ഒരു കുടുംബ ബന്ധവും കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അവർക്കത് അഡോപ്റ്റ് ചെയ്യാനായിട്ട് വലിയ ഇഷ്ടമാണ്. കാര്യം എന്താണ്, ഈ അമ്മയ്ക്ക് കുഞ്ഞിനോടുള്ള ആ സേവാ മനോഭാവമാണ്. അപ്പോൾ അത് ഞാൻ ഉദാഹരണമായിട്ട് പറഞ്ഞു. ആ സേവാ മനോഭാവത്തോടു കൂടി മാത്രമേ നമുക്ക് ഭഗവാനായിട്ടുള്ള ആ ഒരു ബന്ധം നമുക്ക് ഉറപ്പിക്കാൻ പറ്റുള്ളൂ. അതാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ പ്രഭു പറഞ്ഞതുപോലെ പ്രഭുവിനെ അറിഞ്ഞുകൂടാത്തതല്ല, നമുക്ക് ബാക്കി എല്ലാവർക്കും വേണ്ടിയാണ് പ്രഭു ചോദ്യം ചോദിച്ചത്. കാര്യം എന്ന് വെച്ചാൽ ആ സേവ ഇല്ല എങ്കിൽ നമുക്കൊരിക്കലും ആ രുചി കിട്ടത്തില്ല. ഭഗവാനെ സേവിക്കണമെന്നുള്ള ആ ഒരു താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ ഭക്തിയിലേക്കുള്ള രുചി നമുക്ക് ഒരിക്കലും കിട്ടില്ല. ആ സേവയിലൂടെ മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ അതിനോടൊപ്പം ഈ രണ്ട് കാര്യങ്ങളും കൂടെ വേണം. അതായത് എനിക്ക് ഭഗവത്ഗീത വിശദമായി പഠിക്കണം. എന്തിനാണ്? ഭഗവാനെക്കുറിച്ച് അറിയാനാണ്, കൂടുതൽ അറിയാനാണ്. എനിക്ക് ഇനി മറ്റൊരു ജന്മം വേണ്ട. ഈ രണ്ട് കാര്യം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ ബാക്കി കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാൻ പറ്റുള്ളൂ. ഹരേ കൃഷ്ണ. ഇങ്ങനെ ഇപ്പോൾ വളരെ ക്ലിയർ ആയിട്ട് ആ എക്സാമ്പിൾ വളരെ പോയിന്റന്റ് എക്സാമ്പിളാണ്. ആ അമ്മയും കുഞ്ഞുമായിട്ടുള്ളത് വളരെ ക്ലിയർ ആയിട്ട് എനിക്ക് മനസ്സിലായി. അതിൽ ഒരു ആസ്പെക്റ്റും കൂടെ ഉണ്ട്. നമ്മൾ പലപ്പോഴും ഈ അമ്പലത്തിലും മറ്റും ഇതിലൊക്കെ പോകുമ്പോൾ സേവനം, ഇപ്പം നമ്മൾ ആദ്യം ഈ ഇസ്കോണിലൊക്കെ വരുമ്പോൾ ഡിവോട്ടീസൊക്കെ നമുക്ക് ഭയങ്കര റെസ്പെക്റ്റൊക്കെ ആയിരിക്കും. അവർ പറയുന്ന സേവനമൊക്കെ ചെയ്യും. പക്ഷെ കുറച്ച് കഴിയുമ്പം ആ ഡിവോട്ടീസിന് അത്ര നമ്മൾ ഉദ്ദേശിക്കുന്ന അത്ര ഉയർന്നതല്ല എന്നൊക്കെ വിചാരിച്ചിട്ട് നമുക്ക് ചിലപ്പം ആ അവർ തന്ന സേവനത്തിനോടൊന്നും വലിയ താല്പര്യം കാണണമെന്നില്ല. അവരാരെ എന്നെ ഉപദേശിക്കാൻ എന്നുള്ളൊരു തോന്നല്. പക്ഷെ ആ മനോഭാവം മാറ്റി സേവനം ചെയ്യുന്നത് എൻ്റെ ആത്മീയ പുരോഗതിക്ക് വേണ്ടിയാണ് എന്ന ബോധം വന്നാൽ നമുക്ക് ആരെന്ത് പറഞ്ഞാലും നമുക്ക് ആ സേവനം ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ ആ മനോഭാവം എങ്ങനെ നമുക്ക് കൊണ്ടുവരാൻ പറ്റും? ഈ രണ്ട് കാര്യത്തിലൂടെ ആ ഒരു ഗോൾ നമ്മുടെ മനസ്സിൽ സെറ്റാവും. ആർക്കും ആ ഗോളില്ല, അതാ കുഴപ്പം. നമ്മൾ പണ്ടൊക്കെ അമ്പലത്തിൽ പോകുന്നത് എന്തിനാണ് അല്ലേ? ഒരു ലിസ്റ്റ് എഴുതി വെച്ചിട്ട് അതുകൊണ്ട് കൊടുക്കാൻ വേണ്ടി പോവാം അല്ലേ? അതിനാദ്യമേ നമ്മൾ കയറുന്നതിന് മുമ്പ് തന്നെ 2 വെടി വയ്ക്കും അല്ലേ? അവിടെ ചെന്ന് ഞാൻ 2 വെടി വെച്ചിട്ടുണ്ട് കേട്ടാ, ഈ ലിസ്റ്റൊക്കെ ശരിയാക്കി തരണമെന്ന് പറയും. അതൊരു ഗീവ് ആൻഡ് ടേക്ക് കാര്യം. അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റിൽ പോകുന്ന പോലെയാണ് നമ്മൾ അമ്പലത്തിൽ പോകുന്നത്. അത് നമ്മൾ ശീലിച്ചു പോയി. അല്ലെങ്കിൽ നമ്മൾ പൂർവികർ അങ്ങനെയാണ് നമ്മൾ പഠിപ്പിച്ചു വെച്ചത് അല്ലേ പ്രഭു? അതുകൊണ്ട് നമ്മൾ അതുപോലെ ചെയ്തു. നമുക്കറിയില്ല തെറ്റാണോ ശരിയാണോ. ഇത്രയും കാലം നമ്മൾ കൃഷ്ണാബോധത്തിൽ അല്ലെങ്കിൽ ഇസ്കോണിലേക്ക് വരുന്നതിന് മുമ്പേ അതായിരുന്നു നമ്മളെല്ലാവരും ശീലിച്ചത്. ഇപ്പോഴാണ് അതിൻ്റെ അപ്പുറത്ത് നമുക്കൊരു ബന്ധമുണ്ടെന്നും അല്ലേ, നമ്മൾ ആ ഒരു രീതിയിലാണ് നമ്മൾ ഇടപെടേണ്ടതെന്ന് മനസ്സിലാക്കിയതാണ്. കൊണ്ടാണ് നമ്മൾ ആ ചിന്താഗതിയിലൊക്കെ മാറ്റിയത്. അതിന് ഈ 2 ലക്ഷ്യബോധം കൂടെ വേണം. ആ ലക്ഷ്യബോധം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളതനുസരിച്ച് ആര് പറയുന്നതും നമ്മൾ നോക്കില്ല. നല്ല ഒരു കാര്യമാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അനുസരിക്കാൻ ശ്രമിക്കും അല്ലേ? ഓരോരുത്തർക്ക് ഒരു സേവയ്ക്കുള്ള ഒരു സാധ്യത ഇങ്ങനെ നോക്കിയിരിക്കാൻ വീണ് കിട്ടി അവർ ചാടി വീഴും. എസ്പെഷ്യലി ഗൾഫിലൊക്കെ പോയി കഴിഞ്ഞാൽ അല്ലേ, അതാണ് ഗൾഫ് റിട്ടേൺസൊക്കെ ഇത്രയും പോളിഷ്ഡ് ആവുന്നത്. കാര്യം എന്താണ്, അവരവിടെ കിടന്ന് ഇതിൽ ഇങ്ങനെ മുങ്ങി കുളിച്ചിരിക്കുക അല്ലേ? അവരിവിടെ വന്നാലും അവർ മാറത്തില്ല. ഇവിടെ വന്നാൽ ചിലപ്പോൾ കൂട്ടുകെട്ടൊക്കെ കുഴപ്പമാകുമ്പോൾ പ്രശ്നമൊക്കെ വരുന്നുണ്ട്. എന്നാലും കുറേയൊക്കെ അവർ പിടിച്ചു നിൽക്കുന്നത് അവരുടെ അനുഭവങ്ങളാണ്. തീർച്ചയായിട്ടും പറ്റും. മാനജിക്ക് ആ മനസ്സുണ്ടല്ലോ. മാനജി ഇപ്പോഴും അവിടെ ഇരുന്ന ആ വിക്സൊക്കെ അല്ല, ഈ തുണി ഈ നൂലൊക്കെ അല്ല പഞ്ഞിയിലിങ്ങനെ വിളക്ക് വയ്ക്കാനുള്ള സാധനങ്ങളൊക്കെ വയ്ക്കുന്നില്ലേ, അത് മാനജിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ. ഒരു കസേരയിൽ ഇരുന്ന് ചെയ്താൽ മതിയല്ലോ, ഓടി നടക്കേണ്ട ആവശ്യമില്ലല്ലോ. അത് ചെയ്യുന്നുണ്ടല്ലോ അല്ലേ? അത് മതി മാനജി. നമ്മളാൽ അണ്ണാൻ കുഞ്ഞും തന്നാൽ ചെയ്ത പോലെയാണ്. അന്ന് ആരോഗ്യം ഉണ്ടായിരുന്നു. ഇന്ന് നമുക്ക് ആരോഗ്യം ഉള്ളതുപോലെ ചെയ്യാൻ ആ മനസ്സുണ്ടല്ലോ. ഭഗവാൻ ആ മനസ്സ് മതി, ഒന്നും ചെയ്യേണ്ട മതി. ആ മനസ്സുണ്ടല്ലോ, അയ്യോ എനിക്ക് എന്തെങ്കിലും ചെയ്യണമെന്നുള്ളൊരു താല്പര്യമുണ്ട് ഭഗവാൻ, എനിക്ക് എന്നെ കൊണ്ട് പറ്റുന്നില്ല എന്നുള്ള മനസ്സില്ലേ.
അതെ, പിന്നെ അവർക്ക് ജോലി ആവൂലേ, ഇനി എടുത്ത് ആശുപത്രി കൊണ്ടുകൊണ്ടിരുന്നത്. അത് പക്ഷേ മാറിച്ചിട്ട് ആ മനസ്സുണ്ടല്ലോ മാറി, അതാണ് ഭഗവാൻ കാണുന്നത് അല്ലേ. നമ്മൾ എന്ത് ചെയ്യുന്നു, എന്ത് കൊടുക്കുന്നു എന്നുള്ള ഒരിക്കലും കാണില്ല ഭഗവാൻ. അത് നമ്മൾ ഏത് മനസ്സോടുകൂടിയാണ് ഭഗവാൻ അർപ്പിക്കുന്നതെന്നാണ് ഭഗവാൻ അവിടെ കാണുന്നത്. ആ ഭാവമാണ് വേണ്ടത്. മാതിരിക്ക് ആ ഭാവമുണ്ട്, നല്ല ഭാവമുണ്ട് അല്ലേ. അതുകൊണ്ടാണല്ലോ ഇത്രയും കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഇത്രയും ദൂരം നടന്നിട്ട് ഇവിടെ വരാനും അല്ലെങ്കിൽ അമ്പലത്തിൽ പോകാനും അല്ലേ. ഏത് സ്കൂട്ടർ കണ്ടാലും ഒരെണ്ണം ചാടി നിർത്തി അതിൻ്റെ പുറകെ കയറി അല്ലേ. ആ മനസ്സുണ്ടല്ലോ, അതുകൊണ്ടാണ് ഭഗവാൻ സ്കൂട്ടറിലോ കാറിലൊക്കെ ആൾക്കാരെ വിടുന്നത്, ഇതിനെ കയറ്റി കൊണ്ടുപോകാനായിട്ട് അല്ലേ. ആ തേരി തിരിച്ചു വരുമ്പോൾ ആ തേരി നോക്കുമ്പോൾ ഇതെങ്ങനെ വലിഞ്ഞ് കയറും, അവിടെ നിൽക്കും. അപ്പോൾ ഒരു സ്കൂട്ടറാരും വരും, എവിടെ പോകണം ഉടനെ അതിന് അതിനോട് വലിഞ്ഞ് കാരണം ആ സ്പീഡ് കാണണം, നേരെ അള്ളി പിടിച്ച് അതിനെ കെട്ടിപ്പിടിച്ചിരുന്ന് ഇനി പോരും. വെരി ഗുഡ്. അത് ഭഗവാനായിട്ട് അയക്കുന്നതാണ് മറിച്ച്. തീർച്ചയായിട്ടും ഭാവം മതി മറിച്ച്. ഹരേ കൃഷ്ണ. നമുക്കിവിടെ നിർത്താമോ? ഹരേ കൃഷ്ണ. श्रीमद् भागवतम भगवद गीता ग्रंथ राज की जय। श्रील प्रभुपाद की जय। गुरुदेव की